കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ സർവേയായ റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ 45 മണ്ഡലങ്ങളിലെ മാർക്കെറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല. 85.3 മാർക്ക് ലഭിച്ച ചെന്നിത്തല 5ാം സ്ഥാനത്താണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 48 മണ്ഡലങ്ങളാണ്. ഒപ്പം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രകടനം വിലയിരുത്തുന്ന ഏറ്റവും നിർണായകമായ 2 ചോദ്യങ്ങൾക്കും ഉത്തരമറിയാം. UDF-ന് പിന്നാലെ LDF-ലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി. LDF വരും, എല്ലാം ശരിയാകും, ഉറപ്പാണ് LDF എന്നീ മുദ്രാവാക്യങ്ങൾക്ക് ശേഷം തുടർ ഭരണത്തിന് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് ഇത്തവണത്തെ ക്യാപ്ഷൻ. UDF നയിക്കും, കേരളം ജയിക്കുമെന്നാണ് UDF മുദ്രാവാക്യം. ഏതിനൊപ്പം ജനം നിൽക്കുമെന്നുള്ളതാണ് ചോദ്യം. ഇത്തവണ ആരുടെ പക്ഷത്ത് വോട്ടർമാർ? അവർ ചിന്തിക്കുന്നതെന്ത്? ആരെയാണ് അവർ വീണ്ടും അധികാരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? വെൽക്കം ടു റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. സ്മൃതി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇതുവരെ പുറത്തു വന്ന 45 മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. 5ാം റാങ്കുമായി. അതെ. ഭേദിക്കുമോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ മുഴുവൻ ജനങ്ങളും തീരുമാനിക്കുകയല്ല, ഇതിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പങ്കാളിത്തമുണ്ട്, ഏതൊക്കെ നേതാക്കളുടെ പിന്തുണയ്ക്കുന്നവർ കൂടുതൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നനുസരിച്ചിരിക്കും അത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിന്റെ മെത്തഡോളജി നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി രാത്രി 10 മണി വരെ നടത്തിയ സർവേയുടെ ഫലമാണ് പ്രേക്ഷകർ കാണുന്നത്. 140 മണ്ഡലങ്ങളിലും MLA-മാരെ ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് വിലയിരുത്താനുള്ള അവസരം നമ്മൾ നൽകി. അതെല്ലാം ഒരു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു. മൊബൈൽ ഫോണിൽ വരുന്ന OTP വെച്ച് ഞങ്ങൾ റീകൺഫർമേഷൻ നടത്തിയതിനു ശേഷമാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ 16.5 ലക്ഷം വോട്ടർമാരാണ് ഈ സർവേയിൽ പങ്കെടുത്തത് പൂർത്തിയാക്കിയത്. 68 ലക്ഷത്തോളം പ്രേക്ഷകർ നേരിട്ട് നമ്മളുടെ സർവേ പേജ് സന്ദർശിക്കുകയും ചെയ്തു. ആ 16.5 ലക്ഷം വോട്ടർമാരിൽ നിന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം സംഘടിപ്പിച്ച സർവേയിലെ ഏറ്റവും വലിയ സാമ്പിൾ സൈസുമായിട്ടാണ് റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി 16 ലക്ഷം വോട്ടർമാരുടെ വിധിയെഴുത്താണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പൊ സമയം വൈകുന്നില്ല, നമ്മൾ നേരെ പോകുന്നു. മധു, ആദ്യം പറവൂരിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും, എത്ര മാർക്കാണ് MLA എന്ന നിലയ്ക്ക് VD സതീശനെ കാത്തിരിക്കുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം. സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു. റാങ്ക് 12ാം റാങ്ക് VD സതീശന്. നല്ല റാങ്കാണ്, 12ാം റാങ്ക്. അതായത് MLA എന്ന നിലയിൽ പറവൂർ മണ്ഡലത്തിൽ പെർഫോമൻസിന്, പ്രതിപക്ഷ നേതാവ് എന്ന പെർഫോമൻസിനല്ല. അതാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. MLA-മാരുടെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. MLA എന്ന നിലയ്ക്ക് 140 MLA-മാരിൽ 12ാം സ്ഥാനത്താണ് VD സതീശൻ. എത്ര മാർക്ക് എന്നത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മുന്നോട്ട് പോവുകയാണ്. അതെ, നോക്കൂ, 82.5 ഡിസ്റ്റിങ്ഷനും മുകളിലാണ്. 82.5 21,301 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 2021 ഉണ്ടായിരുന്നത്. ഏകദേശം തീരുമാനമായി. രമേശ് ചെന്നിത്തല 5ാം സ്ഥാനത്ത്, പിണറായി വിജയൻ 9ാം സ്ഥാനത്ത്, VD സതീശൻ 12ാം സ്ഥാനത്ത്. MLA എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നേതാവാരെ എന്ന ചോദ്യത്തിനല്ല, MLA എന്ന നിലയ്ക്ക് 12ാം റാങ്കാണ്. 82.5 മാർക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് പറവൂരുകാർ നൽകുന്നത്. നമുക്ക് തൊട്ട് മുമ്പത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രകടനം കൂടി ഒന്ന് നോക്കിയാൽ നമുക്ക് അതിന്റെ ട്രെൻഡ്, UDF-ന്റെ കോൺഫിഡൻസ് ഇതാണ്. 7 മണ്ഡലങ്ങളിൽ UDF, 7 തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസമാണ് പറവൂരിലുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരും. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഭൂരിപക്ഷം കുറഞ്ഞു. പറവൂരിൽ അത് 10,586 മാറി. അപ്പൊ VD സതീശൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്ലസ് VD സതീശൻ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം എത്ര തവണയായി എന്നുള്ളതാണ് VD സതീശൻ പറവൂരിൽ വന്നപ്പോൾ പറഞ്ഞത്. എനിക്ക് ഇങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള മാർക്ക് അവിടെ കൊടുത്തിരിക്കുന്നു. അത് ഉമ്മൻചാണ്ടി പോലെയാണ്. ഉമ്മൻചാണ്ടി മണ്ഡലത്തിലല്ലോ നോക്കുന്നത്, ബാക്കി കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന രൂപത്തിൽ മണ്ഡലം അതിന്റെ കൂടെ വളരും. മാത്രമല്ല പറവൂർ മണ്ഡലത്തിലെ പ്രത്യേകിച്ച് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ വരുമ്പോൾ പറവൂർ മണ്ഡലത്തിന് വേണ്ടി സ്വന്തം പദ്ധതിയുമായിട്ട് ഇറങ്ങിയിരുന്നു. ഒരുപാട് വഴി കേട്ടു, അല്ലേ ഷഫി? തീർച്ചയായും. പറവൂർ മണ്ഡലത്തിലെ നോക്കി അതിന് ജനങ്ങൾ കൊടുത്ത ഒരു പിന്തുണ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല 6ാം തവണയാണ് ഇത്തവണ അദ്ദേഹം മത്സര രംഗത്തിൽ ഇറങ്ങുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള MLA ആയ ടൈസൺ മാസ്റ്ററെ ഇടതുപക്ഷം അവിടെ പരീക്ഷിക്കുന്നുണ്ട്. നല്ല കരുത്തനായ മത്സരം തന്നെയായിരിക്കും എന്തായിരിക്കും. അപ്പോൾ പറവൂരിലെ റിസൾട്ട് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. പറവൂരിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സാധ്യത കൂടി പ്രേക്ഷകർക്ക് നോക്കാം. നിലവിൽ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സാധ്യത കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. LDF-ന്റെ E.T. ടൈസൺ മാസ്റ്റർ ആണ്. BJP സ്ഥാനാർത്ഥി ഇതുവരെയും എത്തിയിട്ടില്ല.
ഈ ടൈസൺ മാസ്റ്റർ CPI അവിടെ CPI-യിൽ നേരത്തെ വലിയ പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു വിഷയം കൂടി പറവൂരിൽ ഒരു പ്രധാനപ്പെട്ട ഏറ്റെടുക്കണ്ട എന്നൊക്കെ വലിയ. പക്ഷേ ടൈസൺ വന്നപ്പോൾ CPI-യിലെ പ്രശ്നങ്ങൾ ഒതുങ്ങി തൽക്കാലം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ആദ്യ മണ്ഡലം പറവൂർ. ഇനി നമ്മൾ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസി, പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഇത്. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്ന മണ്ഡലമാണ്. വലിയ പോരാട്ടം ഇത്തവണ നടക്കാൻ പോകുന്ന മണ്ഡലം നേമം. മന്ത്രി എന്ന നിലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ വി ശിവൻകുട്ടിയുടെ MLA എന്ന നിലയിലുള്ള പ്രകടനം എത്ര? നോക്കൂ, മാർക്ക് 83.6 മാർക്കാണ് വി ശിവൻകുട്ടി നേമത്ത് നേടിയിരിക്കുന്നത്. റാങ്ക് നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രി അതായത് പിണറായി വിജയനേക്കാൾ മുകളിലാണ്. ധർമ്മടത്തെ MLA എന്ന നിലയിലുള്ള പിണറായി വിജയനേക്കാൾ മികച്ച റാങ്കാണ് വിദ്യാഭ്യാസ നല്ല മാർക്ക്, നല്ല റാങ്കാണ് കേട്ടോ, ഹൈ റാങ്കാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക്. റാങ്ക് നേടി വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാം. തദ്ദേശത്തിലെ വോട്ടില്ല, തദ്ദേശത്തിൽ പക്ഷേ LDF-ന്റെ ചങ്കിടിപ്പിക്കുന്ന, കോൺഗ്രസിന് ചങ്കിടിപ്പിക്കുന്ന റിസൾട്ടാണ്. NDA-ക്ക് 19 വാർഡും LDF-ന് 6 വാർഡും UDF-ന് 2 വാർഡുമാണ്. UDF തന്നെ മെച്ചപ്പെടുത്തി കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ NDA-യുടെ ലീഡാണ് 852. ഇതാണ്. നോക്കൂ, നിയമമണ്ഡലത്തിൽ നേരത്തെ മാധു പറഞ്ഞതുപോലെ, സ്മൃതി പറഞ്ഞതുപോലെ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. ആരാണ് സ്ഥാനാർത്ഥികൾ എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് നിലവിൽ 83.6 മാർക്ക് നേടിയ ശിവൻകുട്ടിയെ നേരിടാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നുണ്ട്. ഒപ്പം UDF-ന്റെ കരുത്തനായ സ്ഥാനാർത്ഥി കൂടി അവിടേക്ക് എത്തും. അതാരെന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷേ പ്രമുഖനായ ഒരു സസ്പെൻസ് നിറഞ്ഞൊരു സ്ഥാനാർത്ഥി അവിടെ എത്താനുള്ള സാധ്യതയുണ്ട് നേമത്ത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നേമത്ത് 8ാം റാങ്കുമായി വി ശിവൻകുട്ടിയുടെ കുതിപ്പ്. എന്ന നിലയ്ക്കും മികച്ച മാർക്ക്. കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒന്നാം സ്ഥാനത്തെത്തിയ MLA ആണ് അല്ലേ? അതെ. ആ MLA എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു വേറെ മണ്ഡലം ഉണ്ടാവില്ല. കാരണം BJP, കോൺഗ്രസ്, CPM അത്ര ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലത്ത് 8ാം റാങ്കിൽ ഒന്നാമത്തെ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടിക്ക് ഇത്രയും വലിയ സംവിധാനം കൊടുക്കേണ്ടത് തന്നെയാണെന്നുള്ള അതിന്റെ വിചാരം. മാത്രമല്ല, നിയമമണ്ഡലത്തിന് പിന്നിലാണ് ബാക്കി 132 മണ്ഡലങ്ങളും MLA-മാരുടെ എന്നുള്ള പ്രത്യേകതയുണ്ട്. മുൻപിൽ 7 മണ്ഡലങ്ങളെ ഉള്ളതാനും അല്ലേ? ശിവൻകുട്ടിക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയധികം അല്ലെ വലിയ പിന്തുണ ഈ വോട്ടിംഗിൽ വന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ മണ്ഡലത്തിൽ മാത്രമായിരിക്കണം എന്നില്ല. മന്ത്രിയായിട്ട് വരുന്ന സമയത്തുള്ള ശിവൻകുട്ടിയല്ല, മന്ത്രിയായി ഇറങ്ങുമ്പോഴുള്ള ശിവൻകുട്ടി. തീർച്ചയായും. നോക്കൂ, നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ BJP പ്രതീക്ഷ വെക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം, ഒരു തവണ കൈവിട്ടു പോയതിനു ശേഷം വീണ്ടും കടുത്ത പോരാട്ടത്തിന് സംസ്ഥാന അധ്യക്ഷൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മണ്ഡലം. എന്ത് നടക്കും അവിടെ എന്നുള്ളത് വലിയ കൗതുകമാണ്. നമുക്കിനി അടുത്ത മണ്ഡലത്തിൽ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അടുത്തത് KPCC പ്രസിഡന്റ് മണ്ഡലത്തിലേക്ക് പോകുന്നു. സണ്ണി ജോസഫിന്റെ മാർക്ക് 77.8 മാർക്കാണ് സണ്ണി ജോസഫിന്റെ റാങ്ക്. 140-ൽ 33-ാം റാങ്ക്. തരക്കേടില്ലാത്ത റാങ്കാണ്. പേരാവൂർ മണ്ഡലത്തെ 3 തവണ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. 4ാം തവണയും മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. 3172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ തവണ പേരാവൂരിൽ ജയിക്കുന്നത്. ഈ പേരാവൂർ ഒരു കോട്ടയാണെന്ന് പറയുമ്പോൾ 3-4 എന്ന നിലയ്ക്കായിരുന്നു തദ്ദേശത്തിലെ സീറ്റുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. വോട്ട് നില നോക്കുകയാണ് എങ്കിൽ UDF-ന് 56,000, LDF-ന് 45,000, NDA-ക്ക് 9,000, ലീഡ് 10,000. നോക്കൂ, അതത്ര മറികടക്കാൻ പറ്റാത്ത ലീഡല്ല. അതാണ് LDF കെ ശൈലജ ആ മണ്ഡലത്തിൽ ഇറക്കാനുള്ള പ്രധാന. അവിടെ അതാണ് 4 പഞ്ചായത്ത് ഇപ്പൊ LDF ആണ് ഭരിക്കുന്നത്. ശരിക്കും ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന മണ്ഡലമാണ് പേരാവൂർ എന്ന് പറയുന്നത്. അവിടെയാണ് 4 പഞ്ചായത്ത് LDF ഭരിക്കുന്നത്. വളരെ ശക്തമായ മത്സരമായിരിക്കും. മാർജിനല്ലേ ഉള്ളൂ. മാത്രമല്ല, ഒരു കാര്യം പറയണം, സണ്ണി ജോസഫിന് ഇത്രയും റാങ്ക് കിട്ടുമ്പോൾ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങുന്നത് അവസാനത്തെ ഒരു 1.5 വർഷമാണ്. പക്ഷെ നോക്കൂ, പ്രതിപക്ഷത്തിരിക്കുന്ന MLA-ക്കാണ് ഈ മാർക്ക് കിട്ടുന്നത്, ഭരണപക്ഷ സ്വാധീനമില്ലാതെ. ഒന്നുകൂടി ഇപ്പോ ആളുകൾ വോട്ട് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി പ്രേക്ഷകരെ, നമ്മളിപ്പോ 2ാമത്തെ എപ്പിസോഡാണല്ലോ, അതൊന്ന് പറയാൻ തോന്നുന്നു. നമ്മൾ ഇന്നലെ വളരെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ഓരോ മെത്തഡോളജി ഇടയ്ക്കിടയ്ക്ക് പറയണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഏർപ്പെടുത്തിയാന്ന് വിചാരിക്കും. നമ്മളല്ല, നിങ്ങളാണ്. ഓരോ മണ്ഡലത്തിലെയും ആളുകൾ അതാത് MLA-മാർക്ക് നൽകിയ അവരുടെ വോട്ടിങ്ങിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ഒരു ഏജൻസി തയ്യാറാക്കിയ സാമ്പിൾ എടുത്ത്, റാൻഡം സാമ്പിളിംഗ് വഴി തെരഞ്ഞെടുത്ത വോട്ടർമാരിൽ നിന്നെടുത്ത ഒരു റിസൾട്ട് അല്ല പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകരം നേരിട്ട് പ്രേക്ഷകർ റിപ്പോർട്ടറിന്റെ ഓൺലൈൻ സർവേയിൽ പങ്കെടുത്ത 16.5 ലക്ഷം വോട്ടർമാർ നേരിട്ട് അവരുടെ മൊബൈൽ ഫോൺ നമ്പർ നൽകി അതിൽ OTP സ്വീകരിച്ച് നടത്തിയ സർവേയുടെ ഫലമാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ പേരാവൂർ കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഇതിൽ 3 വന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ശിവൻകുട്ടി, അത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, അത് കഴിഞ്ഞാൽ KPCC അധ്യക്ഷൻ. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി പരിശോധിക്കുന്നത് മുഴുവൻ സ്റ്റാർ മണ്ഡലങ്ങളാണ്. വരുന്നതെല്ലാം പ്രധാനപ്പെട്ട ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ കേരളത്തിലെ 140 മണ്ഡലം സ്റ്റാർ മണ്ഡലം. അടുത്തതും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, വലിയ തോതിൽ വിവാദമായ മണ്ഡലം തന്നെയാണ്, ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം. അതെ.
അഴീക്കോട് മണ്ഡലത്തിന്റെ KV സുമേഷിന് എത്ര മാർക്കെന്ന് നോക്കാം. ദാ നോക്കൂ, കേറി പോകുന്നു. സുമേഷ് MLA ക്ക് നല്ല മാർക്കാണല്ലോ. എല്ലാവരും മിടുക്കരാണ്, പഠിപ്പിസ്റ്റുകളാണ്. കിടുങ്ങി ദാ അഴീക്കോട് മണ്ഡലത്തെ കിടുക്കിക്കൊണ്ട് 86.4 ഇതുവരെ വന്നതിൽ ഏറ്റവും മുന്നിലുള്ള റാങ്ക്. രമേശ് ചെന്നിത്തല മറികടന്ന് ചെന്നിത്തലയെ മറികടന്ന് ചെന്നിത്തല മറികടന്ന് മുഖ്യമന്ത്രി മറികടന്ന് ചെന്നിത്തല മറികടന്ന് എല്ലാവരെയും മറികടന്ന് ഇതുവരെ വന്നതിൽ എല്ലാവരെയും മറികടന്ന്. KV സുമേഷ് എന്ന MLA ഒന്ന് പ്രത്യേകം പറഞ്ഞു പോകണം തോന്നുന്നു. അദ്ദേഹം വളരെ പതുക്കെ സംസാരിക്കുന്ന, സൗമ്യനായ, ബഹളങ്ങളില്ലാത്ത, സഹൃദയനായ, ചർച്ചകളിൽ പോലും എതിരാളിക്ക് വേദനിക്കാതെ പ്രതികരിക്കുന്ന ഒരു MLA ആണ്. സാധാരണത്തിൽ ഒരു ശൗര്യമാണല്ലോ അങ്ങനെയല്ല. സഭയിലേക്ക് വന്ന MLA ആണ്. അല്ല, തീർച്ചയായും ഇത് ലെഫ്റ്റ് പാളയത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ട് കൂടിയാണ്. കാരണം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം 2011-ലും 2016-ലും മുസ്ലിം ലീഗ് തിരിച്ചുപിടിച്ച് KM ഷാജിയുടെ വിജയം ലെഫ്റ്റിന് വലിയ പരാജയമായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. അത് തിരിച്ചുപിടിച്ച MLA എന്നുള്ള നിലയിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ജനകീയത ഉയർത്തുന്നു എന്നുള്ളത് വലിയ കരുത്ത് തന്നെയാണ്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. അവിടെയാണ് ഈ കണക്ക് അഴീക്കോടിന് ആത്മവിശ്വാസം കൊടുക്കുന്നത് LDF-ന്. നോക്കൂ, കോർപ്പറേഷനിൽ UDF 10-ഉം LDF 2-ഉം വാർഡുകളിൽ മാത്രമാണ് ജയിച്ചത്. NDA 3 വാർഡുകളിൽ ജയിച്ചു. അവിടെ ഭൂരിപക്ഷം നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കൂടി നമുക്കൊന്ന് നോക്കാം. അഴീക്കോട് തദ്ദേശ പഞ്ചായത്തുകളുടെ കണക്ക് കൂടിയാണ് വന്നത്. തദ്ദേശത്തിലെ വോട്ട് നില UDF 56,000, LDF 54,000, NDA 16,000, 2,000 വോട്ടിന്റെ ലീഡ് മാത്രം. തദ്ദേശത്തിൽ വേവ് വന്നിട്ടും അവിടെയാണ് സുമേഷിന്റെ പ്രസക്തി. നോക്കൂ, അവിടെ സീറ്റുകൾ മറിഞ്ഞു UDF-ന് അനുകൂലമായി, പക്ഷെ വോട്ടുകൾ കാര്യമായി UDF-ലേക്ക് മറിഞ്ഞിട്ടില്ല. 2,000 വോട്ടിന്റെ ലീഡ് മാത്രമേ അഴീക്കോടുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള MLA-യുടെ പ്രഭാവമാണ് ആ വോട്ട് MLA-യുടെ പെർഫോമൻസ് ആണ് അവിടുത്തെ ക്യാപിറ്റൽ. എക്സാക്ട്ലി, അവിടെ ജനകീയനാണെന്നുള്ളതാണ്. അതെ. അപ്പൊ ചില മണ്ഡലങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇത്തവണ വിലയിരുത്തപ്പെടാൻ പോകുന്നത് MLA-മാരുടെ ആ മണ്ഡലത്തിലെ സ്വാധീനം കൂടിയാണ്. പ്രോ ഇൻകംബൻസി ഒരു ആന്റി ഇൻകംബൻസി. നമ്മൾ ഈ പറഞ്ഞതിൽ ആർക്കും ആന്റി സാധാരണഗതിയിൽ തദ്ദേശത്തിലാണ് അങ്ങനെ വരിക, സ്ഥാനാർത്ഥികൾക്ക് വോട്ട് എന്നുള്ളത്. ഇത്തവണ നിയമസഭയിലും അങ്ങനെ തന്നെ കാണാൻ കഴിയും. അഴീക്കോട് വണ്ടർഫുൾ പെർഫോമൻസ് ആണ്. നാലാം റാങ്ക്, ഇതുവരെ ഏറ്റവും മികച്ച റാങ്ക്. കൺഗ്രാറ്റുലേഷൻസ് KV സുമേഷ്. അല്ലേ, അടിപൊളി മണ്ഡലമാണ്. അടുത്തതും അടിപൊളി മണ്ഡലമാണ്. ഏത് മണ്ഡലം? അടുത്തത് പുതുപ്പള്ളിയിലേക്ക് നമുക്ക് പോകാം. ചാണ്ടി ഉമ്മന്റെ മണ്ഡലം. 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചാണ്ടിയുമ്മന് 83.5 ഡിസ്റ്റിങ്ഷൻ മുകളിൽ. തകർപ്പൻ പ്രകടനവുമായി ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ 83.5 റാങ്ക് എത്രയാണ്? റാങ്ക് 9ാം റാങ്ക്. മുഖ്യമന്ത്രിക്കൊപ്പം പിണറായി വിജയനുമായി റാങ്ക് പങ്കിടുന്നു ചാണ്ടിയുമ്മൻ. റാങ്ക് പങ്കിടുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി ഉപതെരഞ്ഞെടുപ്പിൽ വന്നത്. 9,000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 37,000-ലേക്ക് വർദ്ധിച്ചു. ആന്റോ പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി MLA റാങ്ക് പങ്കിടുന്നു. UDF-ല് കുത്തക മണ്ഡലമായിട്ട് ഇപ്പോൾ ചാണ്ടിയുമ്മന് ശേഷം മാറി വൃത്തിയായിട്ട് 2 പ്രാവശ്യം കുത്തക, 2 തവണ കുത്തക. കയ്യിലെ കൃഷ്ണമണി പോലെ. പുതുപ്പള്ളി എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിക്കൊപ്പമായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. 14,088 വോട്ടിന്റെ ഭൂരിപക്ഷം പുതുപ്പള്ളിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 30,000-ലധികം ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രിയും ചാണ്ടിയുമ്മനും ഇതാ റാങ്ക് പങ്കിട്ടവരെ കാണാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്ക്രീൻ. ഇത് കണ്ടുകൊണ്ട് പക്ഷേ ചാണ്ടിയുമ്മൻ ഇരിക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പം MLA എന്ന നിലയുടെ പെർഫോമൻസിനുള്ള റാങ്ക് പങ്കിടുകയാണ് ചാണ്ടിയുമ്മൻ. മുഖ്യമന്ത്രി പദത്തിലേക്ക് ഭാവിയിൽ ഒരു അസറ്റാണ് കേട്ടോ കോൺഗ്രസിൽ ചാണ്ടിയുമ്മൻ. ഉമ്മൻചാണ്ടിക്ക് ശേഷം അത് ഉമ്മൻചാണ്ടിയുടെ മാത്രമല്ല, അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ചാണ്ടിയുമ്മൻ ജയിച്ചത് അത് ചിലപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങളായിരിക്കും പറയുന്നത്. അല്ല, ഒരു കാര്യം, ചാണ്ടിയുമ്മൻ ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തെരഞ്ഞെടുപ്പിലാണെന്നാണല്ലോ LDF പറഞ്ഞിരുന്നത്. ഒരു പരിധിവരെ ഒരു വിഭാഗം വോട്ടുകൾ കിട്ടിയതും അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ ചാണ്ടിയുമ്മൻ ഇത് വീർപ്പ് തുന്നിയിട്ടെടുത്ത കുപ്പായോ ഉറപ്പായിട്ടും അല്ലേ? പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ MLA പെർഫോമൻസ് മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്. എല്ലാം കൃത്യമായി പോയി എല്ലാവർക്കും വേണ്ടി പണിയെടുത്ത് അവിടെ സംഘടനാ സംവിധാനം ഉണ്ടാക്കി ആളുകളെ കൂടെ നിർത്തി ഓടിക്കേറി ഉമ്മൻചാണ്ടി ഓടിക്കയറുന്ന പോലെ ഓടിക്കേറി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ ഷഫീഖ് പുതുപ്പള്ളിയിൽ ഇനിയിപ്പോ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അത് മാത്രമല്ല, യുവ നേതാക്കളെല്ലാം താരതമ്യേന മികച്ച റാങ്ക് നേടുന്നു എന്നുള്ളതൊരു ഈ സർവേയുടെ ഒരു ട്രെൻഡായി നമുക്ക് കണക്കാക്കാം. നോക്കൂ, നജീബ് കാന്തപുരം മുസ്ലിം ലീഗിൽ നേടിയ റാങ്ക് ആയിരുന്നു. ഭാവിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞല്ലോ താങ്കൾ. അതാ ഞാൻ പറഞ്ഞത്. അതെ, സാധ്യതയുള്ളതാണ്. എന്താണ് ചാണ്ടിയുമ്മന്റെ പ്രവർത്തനം നമ്മൾ കണ്ടതല്ലേ? ഓടി നടന്ന് ക്യാമ്പയിൻ ചെയ്യുന്ന ചെറുപ്പക്കാരൻ വീട് കയറുന്നത് വലിയ പ്രത്യേകത. ഒരു ദിവസം അദ്ദേഹം ചാണ്ടിയുമ്മന്റെ മണ്ഡലത്തിലെ പ്രവർത്തനം മാത്രം നോക്കിയ പോരാ, ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും വീടുകയറുള്ള പ്രചാരണം ഏറ്റെടുത്ത് ചാണ്ടിയുമ്മനായിരുന്നു. അതായത് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കും. ഓരോ വീടുകളിലും ജനങ്ങളുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ട്. സാധാരണ നമ്മൾ പറയല്ലോ, ഡിഷ് ടിവിക്ക് പറയല്ലോ കണക്ട് ടു ഹോം എന്ന് പറയില്ലേ,
അതാണ് ചാണ്ടിയുമ്മന്റെ കാര്യത്തിൽ. പാലക്കാടും നിലമ്പൂരിലടക്കം അദ്ദേഹത്തിന്റെ പ്രവർത്തനം രക്ഷപ്പെടില്ല. പാലക്കാടും നിലമ്പൂരിലടക്കം ഈ വീട് കയറുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം സവിശേഷമായിരുന്നു. നാട് ഓടിയാ പോകുന്നു. എത്ര വീടുകൾ കയറി ആർക്ക് പറ്റുമെന്ന് എത്ര വീടുകൾ ചോദിച്ചു. അതാണ് എത്ര വീടുകൾ കയറി എന്നുള്ള കണക്കെടുക്കാന്ന് വന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, റിയൽ പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. റിയൽ പ്രവർത്തനം നടത്തുന്ന ചാണ്ടി. അതൊരു വല്ലാത്ത പറച്ചിലായി പോയി. അതിപ്പോഴും ചാണ്ടിയുമ്മന്റെ പേരിൽ ആ ക്രെഡിറ്റ് ഉണ്ട് അതെ. അല്ലേ? രമേശ് ചെന്നിത്തലയുടെ പേരിൽ ആ ക്രെഡിറ്റ് ഉണ്ട്. റിയൽ പൊളിറ്റിക്സ്. അടുത്ത നമുക്ക് നെടുമങ്ങാട് പോകാം. നെക്സ്റ്റ് ഈസ് നെടുമങ്ങാട്. അതെ, അടുത്ത മന്ത്രി ഓൺ സ്ക്രീൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ജി ആർ ആർ അനിൽ. മണ്ഡലത്തിൽ പെർഫോമൻസ് മാർക്കാണ്. ജി ആർ അനിൽ MLA-ക്ക് 82.1 ഡിസ്റ്റിങ്ഷൻ മുകളിൽ. ഡിസ്റ്റിങ്ഷന് മുകളിൽ മികച്ച പെർഫോമൻസ് ആണ്. ഈ കഴിഞ്ഞ തവണ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുവെന്ന 14ാം റാങ്ക്. 14ാം റാങ്ക് ചെറിയ റാങ്കല്ല. അതായത് നോക്കൂ, സപ്ലൈകോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ കഴിഞ്ഞ ഓണക്കാലത്ത്, കഴിഞ്ഞ മുമ്പത്തെ ഓണക്കാലത്ത് സപ്ലൈകോ കേൾക്കാത്ത ഒന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ഓണക്കാലത്ത് എല്ലാം ക്ലിയർ ആയിരുന്നു, അതായത് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചു Yes. അല്ലേ? അത് സിവിൽ സപ്ലൈസിൽ ആ സാധനങ്ങൾ മാത്രമല്ല, എല്ലാം ഉണ്ടായിരുന്നു. സിവിൽ സപ്ലൈസ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടു. അയാൾ മന്ത്രി എന്ന നിലയിൽ. പേര് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷെ നെടുമങ്ങാട് നോക്കൂ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ മണ്ഡലമാണ് നെടുമങ്ങാട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നെടുമങ്ങാട് മണ്ഡലത്തിലെ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോഴെല്ലാം അതിലെടുത്ത തദ്ദേശ ഫലത്തിൽ LDF 5 ആണ്. വലിയ കോൺഫിഡൻസ് ഉള്ള മണ്ഡലമാണ്. LDF-ന് ആ മണ്ഡലം ഒരു ഷുവർ ബെറ്റ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. MLA എന്ന നിലയ്ക്കുള്ള മാർക്കാണ് ഇപ്പൊ നമ്മൾ ആണ്. പക്ഷെ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13,000 വോട്ടിന് LDF ലീഡ് ചെയ്തിരിക്കുന്ന മണ്ഡലമാണ് നെടുമങ്ങാട്. ഈ റാങ്ക് പങ്കിടുന്നുണ്ട് കേട്ടോ. ആ. CR മഹേഷുമായി പങ്കുവയ്ക്കുകയാണ്. CRL-ഉം ഈ റാങ്ക് 14ാം റാങ്ക് പങ്കിടുകയാണ്. അതെ, ഒന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള CR മഹേഷും നെടുമങ്ങാട് GR. രണ്ട് ജനകീയ MLA-മാർ. രണ്ട് മുന്നണിയിൽപ്പെട്ടവർ. രണ്ട് മുന്നണിയിൽ ഇപ്പോൾ രണ്ട് റാങ്കുകൾ പങ്കിട്ടതും അങ്ങനെ തന്നെയാണ്. രണ്ട് മുന്നണിയിലാണ്. അതും കൗതുകമുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MLA-മാരൊക്കെ കേരളത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അല്ലേ? അത് കേരളത്തിനൊരു ഭാഗ്യമാണ് കേട്ടോ. കേരളത്തിനൊരു ഭാഗ്യം. പ്രതിപക്ഷം അമ്പേ പരാജയമെന്നോ ഭരണപക്ഷത്തിലെ MLA-മാർ അമ്പേ പരാജയമെന്നോ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തിനും അപ്പുറം MLA-മാരുടെ വിധിയെഴുത്താണെങ്കിൽ LDF-ന് ചിരിക്കാം, തിരിച്ചാണെങ്കിൽ UDF-ന്. നമുക്ക് നോക്കാം. ഏറനാടേക്ക് പോകാം. നമുക്ക് PK ബഷീർ. ഏറനാടൻ കഥയിലേക്ക് പോകാം. PK ബഷീർ. നിയമസഭയിൽ തമാശകൾ കൊണ്ട്, പ്രതികരണങ്ങൾ കൊണ്ട് ഒക്കെ ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ വലിയ തമാശകൾ ഉണ്ടാക്കുന്ന, കൗതുകമുണ്ടാക്കുന്ന സരസനായ PK ബഷീർ, സഹൃദയനായ PK ബഷീർ. 45.2 ഏറനാട് മാർക്ക് 45.2 ആണ് റാങ്ക്. ആവേശം 140-ൽ 102 ആണ് റാങ്ക്. PK ബഷീറിന് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട്. ജയിച്ചു, പാസ് മാർക്കാണ്. അദ്ദേഹം നോക്കൂ, 22,546 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ജനകീയനായ ഒരു നേതാവ് തന്നെയാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാൻ എത്തിയവർ പറയുന്ന അങ്ങനെയുള്ള പിന്തുണയുണ്ടല്ലോ. അതെ, പ്രധാനപ്പെട്ട ഘടകമായിരിക്കും അല്ലേ ഷഫീഖ്? അങ്ങനെ ആവാൻ സാധ്യത. പ്രദേശത്തിലെ വോട്ട് നില നോക്കൂ. വോട്ട് നില UDF-ന്റെ ലീഡ് 23,000 ആണ്. അത് UDF-ന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാ. പക്ഷെ അവിടെ അതുകൊണ്ട് തന്നെ താല്പര്യം കുറവായിരിക്കും ആളുകൾക്ക് വോട്ട് ചെയ്യാൻ. ഓക്കെ, കാര്യം സാധാരണ മത്സരം വരുമ്പോ ഈ ആശങ്ക വരുന്ന മണ്ഡലങ്ങളിൽ ആളുകൾ കൂടുതൽ വന്ന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ പൂർണ്ണമായിട്ടും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ വോട്ടർമാരൊരു സർവേ അപ്പതി കാണിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ വരാതിരുന്നേക്കാം. കൗതുകത്തോടുകൂടി നോക്കുന്ന മണ്ഡലമാണ് കേട്ടോ. അടുത്തതും പ്രധാനപ്പെട്ട മണ്ഡലമാണ് കുന്നത്തുനാട്. 2020 കഴിഞ്ഞ തവണ കുന്നത്തുനാട് 2020 വലിയ എറണാകുളം ജില്ലയിൽ ഇത്തവണ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. മികച്ച പെർഫോമൻസ് ആണ് കേട്ടോ. 74.2 മാർക്ക്. 74.2 മുകളിലേക്ക് 50 റാങ്കാണ് PV ശ്രീനിജന്. 140-ൽ 50ാം റാങ്കാണ് ശ്രീനിജന്. ഗംഭീര പെർഫോമൻസ് ആണ്. ബാക്കി 90 കോൺസ്റ്റിറ്റ്യുവൻസികളെയും പിന്നിലാക്കി, 90 MLA-മാരെയും പിന്നിലാക്കി PV ശ്രീനിജന്റെ കുതിപ്പാണ്. 74.2 മാർക്ക്, അതായത് എബോവ് ആവറേജ് ആണ്. അതെ, ഇത്തവണ കുന്നത്തുനാട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുന്നത്തുനാട് ഈ അതായത് 2020-ക്കും BJP-ക്കും കൂടി കഴിഞ്ഞ തവണ 48,000 വോട്ടുണ്ട്. UDF-ന്റെ വോട്ട് 48,000 ആണ്. നേരെ ഭൂരിപക്ഷമാണ് PV ശ്രീനിജനുള്ളത് 2,000. അതായത് കോമ്പറ്റീഷൻ നടക്കും. രണ്ടുപേരും മുന്നണിയാവുകയും കോൺഗ്രസിന്റെ വോട്ട് സമാനവുമാണ്. അത് മനസ്സിലാക്കിയ PV ശ്രീനിജൻ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു എന്ന് കൂടി പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ന്യൂനപക്ഷ വോട്ട് ഒരു പരിധി വരെ 2015 സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ ന്യൂനപക്ഷ വോട്ട് എങ്ങോട്ടാണ് പോകാന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഫിഡൻസ് കൊടുക്കുന്നത് 2020-ക്കാണ്. പക്ഷേ ഒരു മണ്ഡലം വിജയിപ്പിക്കാൻ ആവശ്യമായ വോട്ട് അതിനുശേഷമാണ് 2020 BJP പോയത്. അതെ, മൊത്തം
NDA പോയതിനു ശേഷം കുറെ പേര് ആ പാർട്ടിയിൽ നിന്ന് പോയി. പാർട്ടിയിൽ നിന്ന് പോയി. മാത്രമല്ല സഭയിലെ തന്നെ ചില ആളുകൾക്ക് ഇപ്പോഴും വിരോധമുണ്ട് 2020 എടുത്ത നിലപാട്. UDF 3, 2024 LDF 1 എന്നുള്ളതാണ്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി മധു. അടുത്തത് വേങ്ങരയാണ്. വേങ്ങര മണ്ഡലത്തിന്റെ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുകൾ ഏറെ കണ്ട മണ്ഡലം. PK കുഞ്ഞാലിക്കുട്ടി. പക്ഷെ PK കുഞ്ഞാലിക്കുട്ടി ഇക്കര ഈ വേങ്ങരയിൽ നിൽക്കുറി എന്തിനു മാറണം? കുഞ്ഞാപ്പ ഞെട്ടിച്ചു. അതെ വേങ്ങര പൊളിച്ചു. 82.2. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം തന്നെ ഭൂരിപക്ഷം നോക്കണ്ടല്ലോ. റാങ്ക് 13 ലീഗിൽ എത്ര ചെറുപ്പക്കാർ വന്നാലും തന്റെ റാങ്ക് പുറകിലല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി തെളിയിക്കുന്നു. അതെ, എത്ര ചെറുപ്പക്കാർ സതീശന്റെ തൊട്ട് പിന്നാലെ മാത്രമല്ല നജീബ് കാന്തപുരത്തിന് 10ാമത്തെ റാങ്ക്, PK കുഞ്ഞാലിക്കുട്ടിക്ക് 13ാമത്തെ റാങ്ക്. ചെറുപ്പക്കാർക്കൊപ്പം, അതായത് യൗവനം ഇപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടി. രാഷ്ട്രീയ യൗവനം അതാണ്. 13 MLA മാർക്ക് എത്ര എന്നത് ഞെട്ടിച്ച മാർക്കാണ്. 80 പിന്നിട്ടിരിക്കുന്നു. 82.2 മാർക്കാണ്. 30,596 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു വേങ്ങരയിൽ PK കുഞ്ഞാലിക്കുട്ടി. 45,000 ലീഡ് തദ്ദേശത്ത്. 45,000 തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. വേങ്ങര ഒന്നും കഴിഞ്ഞ തദ്ദേശത്തിൽ നിലം തൊട്ടില്ല LDF. മലപ്പുറം പൊതുവെ PK കുഞ്ഞാലിക്കുട്ടിക്ക് 13ാമത്തെ റാങ്കാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിക്ക് ഏറനാട് PK ബഷീർ കുറഞ്ഞു പോവുകയും കിട്ടുകയും ചെയ്തതാണ് ഒരു അത്ഭുതം എന്നുള്ളത്. സോ എ ലീഡർ ഈസ് എ ലീഡർ, ബ്രാൻഡ് ഈസ് എ ബ്രാൻഡ്. സോ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അടുത്തത് ചേർത്തലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേർത്തല P പ്രസാദ്. ഓക്കെ, പൂക്കളെ സ്നേഹിക്കുന്ന പരിസ്ഥിതി പ്രസാദിന്റെ നമ്മുടെ MLA 72.3. മന്ത്രി എന്നുള്ള നിലയ്ക്ക് മാർക്ക് കുറവായിരുന്നെങ്കിലും MLA എന്ന നിലയ്ക്ക് 72.3 മണ്ഡലത്തിലുണ്ടായിരുന്നു P പ്രസാദ് എന്നുള്ളത്. 59ാം റാങ്ക്. അതെ, വളരെ സാധാരണക്കാരായി, കർഷകരിൽ ഒരാളായി, തൊഴിലാളികളിൽ ഒരാളായി, ജനങ്ങളിൽ ഏറ്റവും ജനകീയനായ MLA ഒരാളായി ചേർത്തലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ചേർത്തലയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. 72.3 6,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു 2021. തദ്ദേശത്തിന്റെ കാര്യം വരുമ്പോൾ LDF അവിടെ മുന്നിൽ തന്നെയാണ്. ചേർത്തലയിൽ വലിയ രീതിയിലുള്ള അട്ടിമറി കാണുന്നില്ല. 13,126 ക്ലിയർ ലീഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള മണ്ഡലമാണ് ചേർത്തല. അപ്പോൾ നല്ല പെർഫോമൻസ് ആണ്. MLA എന്ന നിലയിൽ P പ്രസാദിനെ മറികടക്കാൻ ഇനി ഒരാൾ വരണം. ഇതാ രണ്ടുപേർ ഈ റാങ്കും ഷെയർ ചെയ്യുന്നുണ്ട്. സച്ചിൻ ദേവും P പ്രസാദും ഓൺ സ്ക്രീൻ. നോക്കൂ, രണ്ട് തലമുറയിൽപ്പെട്ടവർ, ഒരേ മുന്നണിയിൽപ്പെട്ടവർ, രണ്ട് പാർട്ടിയിലാണെങ്കിലും. ബാലുശ്ശേരിയിൽ നിന്ന് സച്ചിനും ചേർത്തലയിൽ നിന്ന് P പ്രസാദും ഒരേ റാങ്കും ഒരേ മാർക്കും ഷെയർ ചെയ്യുന്നു. ഒരേ മുന്നണിയിൽ നിന്ന് ഒരേ റാങ്ക് ഷെയർ ചെയ്യുന്ന ആദ്യത്തേതായിരിക്കും. 72.3 മാർക്കുമായി 59ാം റാങ്ക്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അടുത്തത് കുന്നത്തൂരിലേക്ക് പോവാം. കോവൂർ കുഞ്ഞുമോൻ. കുന്നത്തൂരിലേക്ക് പോകുന്നതിന് മുമ്പ് 10 പൂർത്തിയായതുകൊണ്ട് 10 ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇന്നും നമ്മൾ കൊടുത്ത 10 റാങ്കുകളിൽ ഏറ്റവും മികച്ച റാങ്ക്, അത് സംശയമൊന്നുമില്ല, 4ാം റാങ്കുമായിട്ട് നിൽക്കുന്ന ആദ്യ 10ൽ 4ാം റാങ്കുകാരൻ KV സുമേഷ് അഴീക്കോട്. PK ബഷീറാണ് ഏറ്റവും പുറകിൽ 102ാം റാങ്ക്. ഈ ശിവൻകുട്ടി തൊട്ടു പിന്നിൽ 8ാം റാങ്ക്. 9ാം റാങ്ക്. 12 VD സതീശൻ. 13 PK കുഞ്ഞാലിക്കുട്ടി. 14 GR അനിൽ. 33 സണ്ണി ജോസഫ്. 50 PV ശ്രീനിജൻ. 59 P പ്രസാദ്. 102 PK ബഷീർ. 4, 8, 9, 12, 13, 14 ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഷെയർ ചെയ്യാണ്. ഇടതുമുന്നണിയിൽ നിന്ന് KV സുമേഷ്, V ശിവൻകുട്ടി, GR അനിൽ. ഇടകലർന്ന് കിടക്കുകയാണ്. നമുക്ക് ഒരു പടി മുന്നിലാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ള ഒരു പ്രത്യേകത കൂടി. സതീശിനേക്കാൾ ഒരു പടി മുന്നിൽ, VD സതീശിനേക്കാൾ ഒരു പടി മുന്നിലും രമേശ് ചെന്നിത്തലയേക്കാൾ ഒരു പടി പിന്നിലും അല്ലേ? പക്ഷേ ചാണ്ടി ഉമ്മന്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ സേവനം വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. 5 വർഷം പൂർത്തീകരിച്ചിട്ടുമില്ല ചാണ്ടി ഉമ്മൻ. ഗംഭീര പെർഫോമൻസ് ആണ്. ഈ റാങ്കിൽ KV സുമേഷ് അഴീക്കോടിനെ സംബന്ധിച്ച് വളരെ ഹാപ്പിയാണ്. പക്ഷെ അപ്പോഴും ആദ്യത്തെ 3 റാങ്ക് ആരുടേതെന്നൊരു സസ്പെൻസ് ഇപ്പോഴും ഏറ്റവും പ്രധാനം ഇത് ഇവരെക്കാൾ മികച്ചത് ആരാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നത് നമുക്ക് നോക്കാം. അടുത്ത മണ്ഡലം. ഓക്കെ, അടുത്ത മണ്ഡലത്തിലേക്ക് മറന്നുപോയൊരു കാര്യമുണ്ട്. ഇടവേള വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു. വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് സസ്പെൻസ് നിറഞ്ഞ ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. പ്രതിപക്ഷ നേതാവിന്റെ മാർക്കും മുഖ്യമന്ത്രിയുടെ പെർഫോമൻസ് നമ്മൾ ഇന്ന് നോക്കുന്നുണ്ടല്ലേ? MLA എന്ന നിലയിലല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും മാർക്ക് എത്ര എന്നത് കൂടി നമ്മൾ നോക്കാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. ഏറ്റവും കൂടുതൽ വോട്ടർമാർ പങ്കെടുത്ത
16 ലക്ഷം വോട്ടർമാർ വിധി എഴുതിയ 68 ലക്ഷത്തോളം പ്രേക്ഷകർ സന്ദർശിച്ച റിപ്പോർട്ടറിന്റെ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സ്മൃതി, ഇതിലെ നമ്മൾ ഇത് MLA-മാരെ പോലെയല്ല, MLA-മാരെ പോലെയല്ല. അല്ല, ഇത് MLA-മാരെ പോലെയല്ല. കേരളത്തിലെ 16.5 ലക്ഷം ആൾക്കാരുടെ നേരിട്ടുള്ള വോട്ടാണ്. അപ്പൊ മറ്റൊന്നും നേരിട്ടല്ല. പക്ഷേ പ്രേക്ഷകർക്ക് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഓരോ MLA-ക്കും 16 ലക്ഷം ആളുകൾ വോട്ടിട്ടോ എന്നൊരു സംശയം ഉണ്ടാവും. 16 ലക്ഷം വോട്ടിട്ട ആളുകൾക്ക് ഈ സംശയമില്ല, ബാക്കിയുള്ളവരോട് അങ്ങനെയല്ല. ഇപ്പോൾ VD സതീശന് വോട്ട് ചെയ്തത് ഒരുപക്ഷെ 22,000-ഓ 30,000-ഓ ആളുകളായിരിക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടിട്ടത് 40,000-ഓ 45,000-ഓ ആളുകളായിരിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് 16 ലക്ഷം. വോട്ട് ചെയ്യാതെ നേതാക്കൾക്ക് വോട്ട് ചെയ്തവരും കാണും. അതെ, ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഇത് 6 ചോദ്യങ്ങൾക്ക് പക്ഷേ 16 ലക്ഷം വോട്ടർമാരും ചോദ്യം ഉത്തരം പറയാതെ പോകാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റുന്നില്ല. കാര്യം ഈ ചോദ്യം കേരളത്തിൽ 20% ആൾക്കാർ നേരിട്ട് വോട്ട് ചെയ്തതാണ്. അവരുടെ അഭിപ്രായമാണ്. 6 ചോദ്യത്തിന് അതൊന്നും ഇരട്ടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു മൊബൈൽ നമ്പറിലെ ഒരു OTP മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് ഒരു മൊബൈൽ ഫോൺ നമ്പർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കേരളം വിലയിരുത്തുന്നത്? 16 ലക്ഷം വോട്ടർമാർ വിധിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം എങ്ങനെ? ആദ്യത്തെ നമുക്ക് കാണാം ഓൺ സ്ക്രീൻ റിസൾട്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് 24.45 സർവേയിൽ പങ്കെടുത്തതിൽ 4-1 പേരും അഭിപ്രായപ്പെടുകയാണ്. 4-1 പേരും പറയുന്നു. വളരെ മികച്ചത് 24.45. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കൊടുത്തത് മികച്ചത് എന്നതായിരുന്നു. വളരെ മികച്ചത് 24.5, മികച്ചതും 19.79. രണ്ടും കൂടി നോക്കിയാൽ 24-ഉം 19-ഉം കൂടി നോക്കിയാൽ 43%. 44% വരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ. പ്രതിപക്ഷ നേതാവിനുള്ള പിന്തുണ മികച്ചതെന്നും വളരെ മികച്ചതെന്നും. ഇനി ആവറേജ് ശരാശരി എത്രയുണ്ട് എന്നുള്ളതാണ് അടുത്തത്. ശരാശരി 12.63%. ഈ ശരാശരി നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കൂട്ടണം കേട്ടോ. വളരെ മോശം എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ശരാശരി എന്ന് പറയാറില്ല. എന്നാൽ അത്ര ഗംഭീരവുമല്ല കുഴപ്പമില്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണ് 12%. അതുകൂട്ട് നോക്കി 55% വരും. 12.63% ശരാശരി. ഇനിയുള്ളത് മോശവും വളരെ മോശവുമാണ്. മോശം സ്മൃതി, മോശം അഭിപ്രായം 26.2. 4-1. മികച്ചതെന്ന് പറയുന്നത് 4-1, മോശമെന്ന് പറയുന്നത് 4-1 അല്പം കൂടുതൽ. ഇനി അടുത്തത് വളരെ മോശം. വളരെ മോശം എന്ന് പറയുന്നവർ എത്രയാണ്? വളരെ മോശം 17.11. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 2 ഡിജിറ്റുകൾ ഉണ്ട് കേട്ടോ. അതായത് വളരെ മികച്ചത് എന്ന് പറയുന്നത് 24%, വളരെ മോശം എന്ന് പറയുന്നത് 17%. എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അതെ, ഒന്നുകൂടെ നമുക്കിനി ഇതെല്ലാം കൂടി ഒരുമിച്ച് നോക്കാം. പ്രതിപക്ഷ നേതാവിന്റെ VD സതീശന്റെ പ്രവർത്തനത്തെ 16 ലക്ഷം വോട്ടർമാർ റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയിൽ വിലയിരുത്തുമ്പോഴുള്ള അന്തിമ റിസൾട്ട് പ്രേക്ഷകർക്ക് കാണാം. ഏറ്റവും മികച്ചത്, ശരാശരി, മോശം, ഏറ്റവും മോശം എന്നീ കാറ്റഗറിയിൽ നമുക്ക് നോക്കിയാൽ 5 സ്കെയിലുകളിൽ നമ്മൾ അളന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രകടനത്തെ എങ്ങനെയാണ് കേരളം വിലയിരുത്തുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ പ്രകടനം, ടോട്ടൽ പ്രകടനം നോക്കൂ. വളരെ മികച്ചത് എന്ന 24.45%, മികച്ചത് എന്ന 19.79%. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യത്തെ 2 കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ സപ്പോർട്ടാണ് VD സതീശന്. 24-ഉം 19-ഉം കൂടി നോക്കിക്കഴിഞ്ഞാൽ 43% വരും. 2 കൂടി നോക്കിയാൽ 44% പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന് പിന്തുണയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് LDF-ലെ പ്രവർത്തകർ പിന്തുണ കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അത് കൊടുത്തിട്ടുള്ളത് 16 ലക്ഷത്തിലെ 44%. നമ്മുടെ സർവേയിൽ പങ്കെടുത്തതിൽ 44% ആളുകൾ. മാത്രമല്ല അതിന്റെ ഒപ്പം ശരാശരി കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ശരാശരി സ്വിംഗ് ആണ്. ഇത് ഇടതുപക്ഷം വലതുപക്ഷം എന്നത് മാത്രം നോക്കാതെ നിഷ്പക്ഷരായവരുടെ വോട്ടും ഇതിലുണ്ടാകും. ഷഫീഖ, ഈ റീഡിങ്ങിനെ പല രീതിയിൽ നമുക്ക് വായിക്കാം. UDF നെ സംബന്ധിച്ച് ആശ്വാസമുള്ള ഒരു റിസൾട്ട് കൂടിയാണ്. കാരണം ഇത് സ്ക്യൂഡ് അല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ പ്രതിപക്ഷ നേതാവ് വളരെ മോശം. കേരളത്തിലെ ജനങ്ങളുടെ ഡയറക്റ്റ് വിധിയാണ് കേട്ടോ. ഡയറക്റ്റ് വിധിയാണ്. 16 ലക്ഷം ആൾക്കാരുടെ വിധിയാണ്. അതായത് മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് 26-ഉം വളരെ മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് 17-ഉം.
അത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാലും 43-44%. എന്ന് പറഞ്ഞാൽ 44% ആളുകൾ മോശമെന്നും അത്രയും തന്നെ ആളുകൾ മികച്ചതെന്നും പറയുന്നു എന്നുള്ളതാണ്. ശരാശരിയിൽ നിൽക്കുന്നത് 12%. വളരെ വളരെ ഡിസിസീവാണ്, നിർണായകമാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തമായ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിനാണ് കടുത്ത സൈബർ ആക്രമണം അണികളിൽ നിന്നുണ്ടായി എന്ന് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സൈബർ അണികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഷാഫിയുടെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അണികളായിരിക്കുമല്ലോ. അപ്പൊ ഈ ഘടകമാണ് കേട്ടോ. അവർ നന്നായി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രചരണങ്ങളെല്ലാം ഉള്ളപ്പോൾ പോലും MLA എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും വി ഡി സതീശൻ മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പാർലമെന്റേറിയനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യത. ഒരു നിലപാടുള്ള രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിന്റെ മാർക്കൗട്ട് ഇതിൽ കാണണം. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ മാർക്കായിട്ടും കൂടെ കാണുക. പക്ഷേ പലപ്പോഴും അദ്ദേഹം ബാധിച്ച കേസുകളെല്ലാം കോടതി തോറ്റുപോയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? പ്രതിപക്ഷ നേതാവ് ഡാറ്റ ചോർച്ച വിവാദത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഡാറ്റ ചോർച്ച വിവാദം വിഷയം വളരെ ഗൗരവമുള്ളതാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് മികച്ച ഭരണത്തിന്റെ തെളിവാണെന്നാണ്. രമേശ് ചെന്നിത്തല ഈ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസുകൾ അപ്പീൽ കൊടുക്കുന്നുണ്ട്. KSU പോയിട്ടുണ്ട് പല കേസുകളിലും. ശരിയാണ്, ആയിക്കോട്ടെ. അല്ല, KSU പോയത് നവകേരള സർവേയിൽ. അതെ, ഇവിടെ പോയിരിക്കുന്നത് സന്ദേശത്തിൽ പോയത്. ഇവിടെ പോയിരിക്കുന്നത് പ്രതിപക്ഷത്തെ തന്നെ അധ്യാപക നേതാവ്. അല്ല, മേൽക്കോടതികളിലേക്ക് പോകാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടിയിട്ട് സുപ്രീം കോടതി പോയി അനുകൂല വിധി വാങ്ങിയില്ലേ? നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള വിധി നോക്കണ്ടേ മധു? ഇപ്പോഴുള്ള വിധിയിൽ പലപ്പോഴും മേൽക്കോടതി ഉണ്ടല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായിക്കോട്ടെ, പക്ഷേ സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലേ കോടതി കൊടുത്തിരിക്കുന്നത്? ഒരു വിധിയിൽ ജഡ്ജിയുടെ പ്രത്യേക സമയത്താണ് പ്രത്യേക ഒരു കാര്യമാണ്. അങ്ങനെയല്ലേ? അല്ല, ഇതെല്ലാം ഞങ്ങൾക്ക് സമ്മതിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. അതെ, അല്ലെ? നവകേരള സർവേയിൽ സുപ്രീം കോടതി പോയി തിരിച്ചടി. ഇപ്പൊ ഡാറ്റ ചോർച്ച കേസിൽ ആദ്യം കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ചിൽ നിന്ന് തന്നെ തിരിച്ചടി. ഒറ്റ മിനിറ്റ് മാധു. KSRTC ഫുൾ ലാഭത്തിലാണെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കരമായി വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കോടതി പോയിട്ട് KSRTC നഷ്ടത്തിലാണെന്ന് വാദിച്ചു. എന്തുകൊണ്ട് KSRTC നഷ്ടത്തിൽ നിന്ന് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു? സുപ്രീം കോടതി കേട്ടോ. സ്വാഭാവികമല്ലേ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രം. ഇവിടെ ഒന്ന് പറയാ കോടതി അല്ലല്ല, ഇത് ചെറിയ വല്ല നഷ്ടമായിരുന്നോ? ഏത് ആര്യാടൻ മുഹമ്മദിന്റെ കാലം തുടങ്ങിയിട്ടുള്ള ശമ്പളം മുടങ്ങുമ്പോൾ കോടതികളിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ KSRTC സംശയലേശമെന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ലാഭം നോക്കുന്നില്ല, ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര കണ്ടാൽ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് കണ്ടാൽ മതി. ശമ്പളം ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണ്. ശമ്പളം കൊടുക്കാത്ത സ്ഥാപനമായിരുന്നു. അതാണ് പറഞ്ഞ വ്യത്യാസം. എന്നെ അത്ഭുതപ്പെടുത്തി PR വർക്ക് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം സർക്കാരിനെ കളിയാക്കിയപ്പോ പ്രതിപക്ഷം തന്നെ സർക്കാരിന് വേണ്ടി PR വർക്കിന് ഇറങ്ങിയ ഒരു കോടതിയിലെ ഹർജിയാണ്. അതായത് പ്രതിപക്ഷത്തെ ഞങ്ങൾ എങ്ങനെ മറക്കും? കാരണം ഈ സർട്ടിഫിക്കറ്റ് കോടതിയിൽ നിന്ന് മേടിച്ചു തന്ന പ്രതിപക്ഷമല്ലേ? ഇങ്ങനെ ഒരു കേസ് പോയില്ലെങ്കിൽ മധു, ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഗുഡ്സ് ഗവേണൻസിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ ഈ പ്രതിപക്ഷത്തിനല്ലാതെ വേറെ ആർക്കും ഈ കോടതികൾ, വിചാരണ കോടതി ആവട്ടെ, സിംഗിൾ ബെഞ്ച് ആവട്ടെ, ഡിവിഷൻ ബെഞ്ച് ആവട്ടെ, സുപ്രീം കോടതി ആവട്ടെ, ഇവരെല്ലാവരും ഒരു പുസ്തകം നോക്കി തന്നെയല്ലേ എന്നുള്ളതാണ് എന്റെ ആകാംക്ഷ. കാരണം ഏത് കേസാവട്ടെ, ഈ കേസ് നല്ലതല്ല, നാട്ടിൽ കൊള്ളയുടെ കേസാവട്ടെ, കൊലപാതകത്തിന്റെ കേസാവട്ടെ, പിടിച്ചുപറിയുടെ കേസാവട്ടെ, എന്തായാലും ഒരു കോടതിയിൽ നിന്ന് ഒരു വിധി, വേറൊരു കോടതിയിൽ നിന്ന് ഒരു വിധി എന്നാണല്ലോ. അതങ്ങനെ പോട്ടെ. അതങ്ങനെ തന്നെയാണല്ലോ കോടതിയിൽ, അതിനല്ലേ അപ്പീൽ കോടതി ഉള്ളത്. അങ്ങനെ വേണമല്ലോ. സിംഗിൾ ബെഞ്ച് എല്ലാ വിധി തീരുമാനിച്ച പിന്നെ അപ്പീൽ കോടതി ആവശ്യമില്ലല്ലോ. നമുക്ക് സുപ്രീം കോടതി എന്താ ഒരു നിയമമാണല്ലോ. അല്ല, സുപ്രീം കോടതി ഒരു പ്രതികൂല വിധി വന്നാൽ ഉടനെ അത് അവിടെ കോടതികളെ ഈ രണ്ട് വിധികളിൽ ഏതാണ് ജുഡീഷ്യറിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിനെതിരായിട്ട് വന്ന വിധി? അടുപ്പിച്ച് വന്ന പ്രതിപക്ഷം പൊക്കി പിടിച്ചോണ്ട് വന്ന എല്ലായിടത്തും കാട്ടിക്കളഞ്ഞില്ലേ? സർവേയിലെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഒരു വാദവും ഉണ്ട് പ്രതിപക്ഷത്തെ കുറിച്ച്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെതിരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പുറത്തുനിന്നും സ്വന്തം ക്യാമ്പിൽ നിന്ന് പോലും പ്രതിപക്ഷ നേതാവിനെതിരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും സ്റ്റിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മികച്ചതെന്നും വളരെ മികച്ചതെന്നും പറയുന്നവരാണ് മോശമെന്നും വളരെ മോശം പറയുന്നവരെക്കാൾ താരതമ്യേന മെച്ചപ്പെട്ട് നിൽക്കുന്നത്. ഈ സർവേയിൽ തന്നെ അദ്ദേഹം ഒരു ചോദ്യം കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം വന്നു, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം വന്നു, ഇനി ഒരു ചോദ്യത്തിൽ കൂടി വി ഡി സതീശൻ ഭാഗമാവുന്നുണ്ട്. എത്ര പേർ
കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായ അത് ഈ ചോദ്യം. സർവേയുടെ അവസാനത്തിൽ നമുക്കറിയാം. സ്വന്തം പാർട്ടിയിൽ നിന്ന് 4 പേരുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് കൂടി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാത്തിരിക്കൂ. വളരെ ഈ 6 ചോദ്യങ്ങളുണ്ടല്ലോ, ഈ 6 ചോദ്യങ്ങളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കാരണം കേരളത്തിലെ 16 ലക്ഷം ആൾക്കാർ ഈ 6 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കുഞ്ഞിടവേള വേണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026 വരുന്നു. ബാക്കി മണ്ഡലങ്ങളിലെ MLA-മാരുടെ റാങ്കും മാർക്കും ബാക്ക്. വെൽക്കം ടു റിപ്പോർട്ടർ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. വെൽക്കം ബാക്ക് ടു റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സർവേ MLA-മാർക്ക് മാർക്ക് എത്ര തുടരുന്നു? അതെ, നമ്മൾ കുറച്ച് വേഗത്തിൽ പോകണം. അടുത്തത് കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിലേക്കാണ് പോകുന്നത്. കുന്നത്തൂർ. കുഞ്ഞുമോൻ, അതെ, കുന്നത്തൂർ മണ്ഡലത്തിൽ ഒരേ ഒരു കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂർ മണ്ഡലത്തിൽ 60. കഷ്ടിച്ച ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു എന്നുള്ളതാണ്. റാങ്ക് എത്രയാണ്? മികച്ച റാങ്കാണ്. കാര്യം ആ മണ്ഡലത്തിൽ സ്ഥിരമായി പ്രതിനിധീകരിക്കുന്നു. Yes, കുന്നത്തൂർ എന്ന് 75,000 പറഞ്ഞാൽ കോവൂർ. വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഭൂരിപക്ഷം കുറവായിരുന്നു. 2790. Yes. അതെ, അതെ അതെ വലിയ 2000 ജാടയൊന്നും ഇല്ലാത്ത സാധാരണക്കാരനായ വലിയ വിവാദങ്ങൾക്കൊന്നും ഇല്ലാത്ത, വലിയ ബഹളത്തിനൊന്നും എല്ലാ ഇല്ലാത്ത കുറിയും മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുകയും ഒരിക്കലും മന്ത്രിസ്ഥാനം കിട്ടാതെ പോവുകയും ചെയ്താലും മുന്നണി വിടാതെ കാലങ്ങളെ ഇപ്പോഴും മുന്നണി കുന്നത്തൂർ എന്ന പേര് തന്നെ ഏതാണ്ട് കോവൂർ കുഞ്ഞുമോനോട് ചേർന്ന് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ മാറിയിട്ടുണ്ട്. പേര് മാറ്റേണ്ട സമയമായെന്ന് ഞാൻ കഴിഞ്ഞവിടെ കുഞ്ഞുമോൻ എടുത്ത് പറഞ്ഞു. കുന്നത്തൂർ കുഞ്ഞുമോൻ. കുന്നത്തൂർ കുഞ്ഞുമോൻ എന്ന പേരിടേണ്ട സമയമായി എന്ന് പറഞ്ഞിരുന്നു. അടുത്ത നമുക്ക് ഉദുമയിലേക്ക് പോയാലോ? നെക്സ്റ്റ് ഈസ് ഉദുമ. അയ്യോ, അയ്യോ, തദ്ദേശത്തിന് പറഞ്ഞില്ല, അതും കൂടെ പറഞ്ഞ ശേഷം. കുന്നത്തൂർ മണ്ഡലത്തിൽ കോവൂരിന് നെഞ്ചിടിപ്പിക്കുന്ന ഒരു കണക്ക് പറയുന്നത്, UDF-ന്റെ അല്ല, നെഞ്ചിടിപ്പിക്കുന്നത് LDF-ന്റെ ലീഡ് 2939 ആണ് എന്നുള്ളതാണ്. LDF-ന്റെ നില ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്ല, പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ UDF മുന്നിലാണെങ്കിലും ഭൂരിപക്ഷം വോട്ടുനില LDF. വളരെ ചുരുക്കമാണ്. ഭൂരിപക്ഷം LDF-ലാണ്. അത് കഴിഞ്ഞ തവണ കോവൂർ കുഞ്ഞുമോൻ നേടിയ മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തിനു തുല്യവുമാണ്. അതെ, 2000 ചില്ലാനം. നെക്സ്റ്റ് ഈസ് ഉദുമ മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഉദുമയിൽ CH കുഞ്ഞമ്പു. ഉദുമയുടെ CH കുഞ്ഞമ്പുവിന്റെ പ്രകടനം എത്രയുണ്ട് എത്ര മാർക്കാണ്? എന്നുള്ളത് CPM-ന്റെ 72.7. നോക്കൂ, CH കുഞ്ഞമ്പു അവിടെ ഒരുപാട് ഫെസ്റ്റുകളൊക്കെ സംഘടിപ്പിച്ചു. റാങ്ക് വരുന്നു. റാങ്ക് 58ാം റാങ്ക്. നല്ല റാങ്കാണ്. മികച്ച പെർഫോമൻസ് ആണ് CH കുഞ്ഞമ്പുവിന്റേത്. ഉദുമ മണ്ഡലത്തിൽ 72.5. കഴിഞ്ഞ തവണ 13,322. ഉദുമയിലെ കഴിഞ്ഞ തവണ ബേക്കൽ ഫെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഗംഭീര ബേക്കൽ ഫെസ്റ്റ് ആയിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് ഫെസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഫെസ്റ്റ് സംഘടിപ്പിക്കലാണ് അല്ല, ഫെസ്റ്റിന്റെ കാര്യം വരും. ഈ ജനകീയമായിട്ട് ജനകീയത അളക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഹാപ്പി ആക്കുന്ന ഇപ്പൊ തളിപ്പറമ്പിലെ ഹാപ്പിനെസ്, സൗഹാർദ്ദം വലിയ ഘടകമാണ്. ഇവന്റുകൾ. ഞാൻ ഇപ്പോഴും ഷംസീറിന് വേണ്ടി നിൽക്കുന്ന ഒരു കാര്യം ഇതാ, ഈ പൊന്നിത്തങ്കം മാത്രമല്ല, അവിടെ ഫുട്ബോൾ ടൂർണമെന്റ് നോക്കൂ, ഒരുപാട് ആക്ടിവിറ്റി ജനങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി പൊതുമൈതാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഏത് MLA ഒരു മണ്ഡലത്തിൽ ഏറ്റവും സെക്യുലറായ കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ടാവുന്നുള്ളൂ. ഒരു മണ്ഡലത്തിൽ പരമ്പരാഗതമായ ആചാരങ്ങൾക്ക് അപ്പുറമൊക്കെ വളരെ സെക്യുലറായി എല്ലാവർക്കും അവിടെ സംശയം ചെയ്തൊരു കാര്യമുണ്ടല്ലോ, ഒരു മാസത്തിൽ ഒരു 2 ഫെസ്റ്റിവൽ നടത്തുക എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഒരു സ്ഥലത്ത് ഇവരെല്ലാം കൂടിക്കഴിയുമ്പോൾ CPM-മാര് മാത്രമല്ലല്ലോ വരുന്നത്, കോൺഗ്രസ്സുകാരും BJP-ക്കാരും CPM-മാരും. ആരാധനാലയങ്ങൾ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ഇടങ്ങളിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന മതേതര കൂട്ടായ്മകളാണ്. അതാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തദ്ദേശം കൂടി നോക്കാം. ഉദുമയിൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. സാധാരണ LDF-ഉം നിൽക്കുന്നതെങ്കിൽ പോലും ഉദുമയിൽ UDF-ന്റെ ലീഡ് 685. പക്ഷേ അത് കുഞ്ഞമ്പൂനെ പോലെ ജനകീയനായ ഒരു നേതാവ് നിൽക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മറികടക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. പരമ്പരാഗതമായ ഇടതുപക്ഷ മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷ മണ്ഡലമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്തു. അടുത്ത നമുക്ക് മണലിലേക്ക് പോകാം. മുരളി പെരുന്നല്ലി എന്ന CPI-യുടെ ലീഡ് കഴിഞ്ഞ തവണ 29,876 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച 64.1 ഈ CPI-യുടെ തട്ടകങ്ങളിൽ ഒന്നാണ് കേട്ടോ. 64 മാർക്കാണ്. 64.1. മുരളി റാങ്ക് പെരുന്നല്ലി വരുന്നു. 87ാം റാങ്കാണ്. മോശമല്ലാത്ത റാങ്കുണ്ട്. 87ാം റാങ്കാണ്. 53 പേർ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ നാട്ടികയുടെ കാര്യം പറഞ്ഞതുപോലെ ഈ മണലൂർ മണ്ഡലവും ഒല്ലൂർ മണ്ഡലവും ഒക്കെ പൊതുവെ പ്രോ LDF ആയി CPI തദ്ദേശത്തിലും ലോക്സഭയിലും LDF-ന് 5 UDF-ന് 3 എന്നുള്ളതാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല. 6 വാർഡുകൾ LDF-ന്, 3 വാർഡുകൾ 3 പഞ്ചായത്തുകൾ UDF-ന്. TN പ്രതാപൻ ഇത്തവണ മണലൂരിൽ മത്സരിക്കും എന്നുള്ളത് ഏതാണ്ട് പിക്ചർ വന്നിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി ഫൈറ്റായി മുരളി പെരുന്നല്ലിക്ക് പകരം C രവീന്ദ്രനാഥ് മത്സരത്തിന് രംഗത്തിറങ്ങുന്ന ഒരു സാധ്യത കൂടി നിൽക്കുന്നുണ്ട്. അതെ 64.1 ആണ് മുരളി പെരുന്നല്ലിയുടെ മാർക്ക്. സോ അതാണ് മണലൂരിലെ കാഴ്ച. ഇനി ഈ റാങ്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. 87ാം റാങ്ക് ഷെയർ ചെയ്യുന്ന 2 പേർ. ഒന്ന് നമ്മുടെ KP മോഹൻ ഉണ്ട് വടകരയിൽ നിന്ന്, KP മോഹൻ, കൂത്തുപറമ്പിൽ നിന്ന്. ഒപ്പം
മണലൂരിൽ നിന്ന് മുരളി പെരുന്നല്ലി CPIയുടെ MLA. അടുത്ത നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. പി. ആലപ്പുഴ. ചിത്തരഞ്ജൻ. ഇത്തവണ ഒരുപാട് പേർ സ്വപ്നം കാണുന്ന ആലപ്പുഴ. അതെ, ആലപ്പുഴ ചിത്തരഞ്ജന മണ്ഡലത്തിൽ എത്ര മാർക്ക് ചിത്തരഞ്ജന്റെ എന്നതൊന്ന് സ്കോർ നമുക്ക് പരിശോധിക്കാം. നോക്കാം. PP ചിത്തരഞ്ജന്റെ മാർക്ക് 77.5. മോശമല്ല. മോശമല്ലെന്ന് മാത്രമല്ല, നല്ല മികച്ച പ്രകടനം. മികച്ച മികച്ച പ്രകടനം. 78.5 ആലപ്പുഴ മണ്ഡലത്തിൽ റാങ്ക് 29. റാങ്ക് 29 റാങ്കാണ്. മോശമല്ലാത്ത. 29ാമത്തെ റാങ്കാണ്. സിവിൽ നോക്കൂ, സർവീസ് വലിയ ആണെങ്കിൽ സൈബർ ഇടങ്ങളിൽ ബഹളമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതെ, സിവിൽ സർവീസ് ആണെങ്കിൽ IFS കിട്ടും. 29ാമത്തെ റാങ്കാണ്. നല്ല മികച്ച റാങ്കാണ് PP ചിത്തരഞ്ജൻ. ആലപ്പുഴയിൽ 29ാമത്തെ റാങ്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2021 11,244. ആലപ്പുഴ വളരെ കോൺഫിഡന്റ് ആണ് കേട്ടോ PP ചിത്തരഞ്ജൻ. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ, കയർ തൊഴിലാളികളുടെ വിഷയത്തിൽ, കർഷകരുടെ വിഷയത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. ഓൺ ഫീൽഡിലാണ്, ഫീൽഡിലാണ്, ഓൺ സമരത്തിലാണെങ്കിലും രംഗത്തുണ്ട്. അതെ. സംഘാടകനാണ്. അദ്ദേഹത്തിന്റെ ജനകീയത ഇത്തവണ LDF വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം KC വേണുഗോപാൽ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. അവസാന നിമിഷം അത് പക്ഷേ തുടക്കത്തിൽ കേട്ടിരുന്ന അതെ, അവസാനം ഒരു കഥയും കൂടി ഇറങ്ങിയിട്ട് ചിലപ്പോൾ ആലപ്പുഴയിൽ അപ്രതീക്ഷിതമായിട്ട് KC വന്നേക്കാം എന്നുള്ളതാണ്. എത്ര തെരഞ്ഞെടുപ്പ്? പക്ഷേ ഷുക്കൂർ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ. തദ്ദേശം നോക്കൂ, UDF 0, LDF 4. ആലപ്പുഴ വളരെ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു ആ അർത്ഥത്തിൽ LDF. അതുകൊണ്ട് PP ചിത്തരഞ്ജനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ 6,254 വോട്ടിന്റെ ലീഡ് വളരെ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒന്നാണ്. ആലപ്പുഴ മണ്ഡലം LDFനോടൊപ്പം നിൽക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആലപ്പുഴ. ഓക്കെ, അടുത്തത് നമുക്ക് തിരൂരങ്ങാടി. തിരൂരങ്ങാടിയിലേക്ക് പോയാം. KPA മജീദിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. തിരൂരങ്ങാടിയിൽ KPA മജീദിന്റെ പെർഫോമൻസ് അത്ര പോരാ, കുറവാണ്. പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ കരൂരിൽ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു. 32.7. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ മുസ്ലിം ലീഗിന് മാത്രം ജയിച്ച സ്ഥലമാണ്. ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആന്റണി മത്സരിച്ചു എന്നുള്ളത് മാറ്റി വളരെ താഴെ റാങ്കാണ്. 112ാമത്തെ റാങ്കാണ്. 32 മാർക്ക് മാത്രമേ KPA മജീദിന് കിട്ടിയുള്ളൂ. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ 9,578 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ്. മുസ്ലിങ്ങളുടെ മണ്ഡലമാണ്. ഒരു പക്ഷേ പാർട്ടി വോട്ടാണ്, MLAക്കുള്ള വോട്ട്, MLAക്കുള്ള മാർക്കല്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 പഞ്ചായത്തും MLA എന്ന നിലയിലാണ് അധിക മാർക്ക് കൊടുക്കാൻ മുസ്ലിം ലീഗിനകത്തുള്ള യുവ നേതാക്കളുടെ ആവശ്യം കൂടി നമ്മൾ ഇതിനകത്ത് പരിഗണിക്കുന്നു. ഒരുപക്ഷേ യൂത്ത് വളരെ ലീഗിലേക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു KPA മജീദിനെ പോലുള്ള വളരെ പ്രായം ചെന്ന ആളുകൾ മാറി നിൽക്കണം എന്നുള്ളത് അത് ശരിക്കും ഒരു ആവശ്യമായിരുന്നു. ഭാവനാശേഷിയുള്ള നജീബ് കാന്തപുരത്തെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെ പോലെ ആ സ്റ്റാച്ചറിലുള്ള നേതാക്കളായിരിക്കണം. ഇപ്പൊ KP മജീദൊക്കെ ഒരു തികച്ചും മാന്യനായ ലീഗ് നേതാവാണ്. പക്ഷേ ഈ മണ്ഡലം ആവശ്യപ്പെടുന്ന അത്ര വേഗതയോ ക്രിയാത്മകതയോ ഭാവനാത്മകതയോ ഒന്നും ഒരുപക്ഷെ നേതാക്കൾക്ക് ഉണ്ടാവില്ല. അതാണ് ഏറാണ് സംഭവിച്ചത്. ബഷീർ നല്ല മികച്ച നേതാവാണ്. പക്ഷേ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ഇപ്പം നമ്മൾ നജീബ് കാന്തപുരവുമായിട്ടോ ഈവൻ PK കുഞ്ഞാലിക്കുട്ടിയായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ, ഈവൻ മഹേഷുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ, അഴീക്കോടിലെ സുമേഷുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പിന്നിലാണ്. ഈ പൊതുപ്രവർത്തനം എന്നതിനപ്പുറത്തെ രാഷ്ട്രീയവുമായിട്ടാണ് അവർ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല അതൊരു ഷുവർ സീറ്റ് ആണല്ലോ. നിങ്ങൾ അവിടെ അതൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഒരു മാറ്റവും വോട്ട് ചെയ്താലും ചെയ്തില്ല ഇന്നയാൾ ജയിക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കോ അദ്ദേഹത്തിന് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഇതിനകത്ത് ഒന്നുമില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അവിടെ വർക്ക് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഒരു സർവേയുടെ റിസൾട്ടിന്റെ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്തവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അഴീക്കോട്, ഇപ്പൊ കരുനാഗപ്പള്ളി, പറവൂര്, ഹരിപ്പാട്, പുതുപ്പള്ളി. നെക്സ്റ്റ് ഈസ് അടുത്ത പട്ടാമ്പിയിലേക്ക് പോകാം. ചെറുപ്പക്കാരൻ മുഹമ്മദ് മുഹസിൻ 80.8. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിനെ നിർത്തണം എന്ന് പറഞ്ഞാണ്. ജയിനുകാരനാണ് മുഹമ്മദ് മുഹസിൻ. സർവകലാശാലയിലെ ആ സമരത്തിന് ശേഷം നിയമസഭയിലേക്ക് വന്നിരിക്കുന്നു. ചെറുപ്പക്കാരനാണ്. മാത്രമല്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മുഹമ്മദ് മുഹസിൻ വേണം എന്ന് നിർബന്ധം. ഇതാണ് കാരണം. അതായത് ഒരുപക്ഷെ പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ട തിരിച്ചാണ് തിരിച്ച. പക്ഷേ മുഹസിൻ നിന്നാൽ കഥ മാറും എന്നുള്ളതാണ്. തദ്ദേശത്തിലെ ഭൂരിപക്ഷം നോക്കൂ, 1141 ഉള്ളൂ. മറികടക്കാവുന്ന ഭൂരിപക്ഷമാണ് മുഹമ്മദ് മുഹസിനെ വെച്ച് നിൽക്കുമ്പോൾ. അതാണ് പാർട്ടിയുടെ MLA എന്ന നിലയിൽ 20ാമത്തെ റാങ്കിലേക്ക് എത്തിയ ഒരു നേതാവിനെ നിങ്ങൾക്ക് കളയാൻ കഴിയില്ല CPIക്ക്. കാര്യം മറ്റാരെ പരീക്ഷിച്ചാലും പട്ടാമ്പി കഴിയുന്നു. മാത്രമല്ല നോക്കൂ, അദ്ദേഹത്തിന് കിട്ടിയത് സ്വപ്ന സമാനമായ ഒരു ലാൻഡിംഗ് ആണ് കേരള രാഷ്ട്രീയത്തിൽ. അത് വിട്ടുകൊടുക്കാൻ ഒരുപക്ഷെ തയ്യാറാകില്ല. പ്രവർത്തിച്ചാലേ നിൽക്കൂ. മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇക്കുറി വീണ്ടും LDF അധികാരത്തിൽ വന്നാൽ മുഹമ്മദ് മുഹസിൻ മന്ത്രിയാണ്.
അപ്പോൾ നെക്സ്റ്റ് അടുത്ത നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരു എം എൽ എയുടെ മണ്ഡലത്തിലേക്കാണ് കൊയിലാണ്ടി കാനത്തിൽ ജമീല. കാനത്തിൽ ജമീല ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ കാനത്തിൽ ജമീലയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. 76 നല്ല പെർഫോമൻസ്. അതൊരു സങ്കടമുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കിടയിൽ ഇല്ല എന്നുള്ളത്. കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീല വിട്ടുപിരിയുമ്പോൾ 39ാം റാങ്കുമായിട്ട് രണ്ടുപേരുണ്ട് കേട്ടോ, അങ്ങനെ വാഴൂരുമുണ്ട്. വാഴൂർ സോമൻ മികച്ച പെർഫോമൻസ് ആണ് കാനത്തിൽ ജമീലയുടേത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ പൊരുതി വന്ന ജീവിതം എന്നൊക്കെയാണ് വേണമെങ്കിൽ രാഷ്ട്രീയ ജീവിതം തന്നെയായിരുന്നു കാനത്തിൽ ജമീലയുടേത്. അതും സമുദായത്തിൽ അങ്ങനെ ഉയർന്നു വരിക അല്ലേ. ഒരു വനിത ഇടതുപാളയത്തിൽ നിന്ന് ഉയർന്നു വരിക എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അവിടെ നിന്നാണ് കാനത്തിൽ ജമീല ഉയർന്നു വന്നത്. വിജയിക്കാൻ കഴിയുക മാത്രമല്ല വളരെ സൗമ്യയായിരുന്നു കേട്ടോ. കോൺഗ്രസ് നേതാക്കളും എപ്പോഴും കാനത്തിൽ ജമീലയെ കുറിച്ച് പറഞ്ഞതും അതാണ്. വലിയ നഷ്ടമാണ് കൊയിലാണ്ടി ഇത്തവണ. അതെ 4-2 എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. UDF-ന്റെ ലീഡ് നോക്കൂ, 3924 ഉള്ളൂ എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വലിയ തരംഗമുണ്ടായപ്പോൾ പോലും 3924 വോട്ടിന് ലീഡേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇക്കുറി കൊയിലാണ്ടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരീക്ഷിക്കാമെന്ന് വെക്കുകയും ഒടുവിൽ പ്രവീൺ കുമാറിന് ഒരു വിജയ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇക്കുറി കാനത്തിൽ ജമീലയില്ല. പക്ഷെ കൊയിലാണ്ടി നിർത്താൻ പോകുന്നത് ദാസനെയാണ്. ദാസനെയാണ്. ദാസൻ മികച്ച കാൻഡിഡേറ്റ് ആണ് കേട്ടോ, സംശയമൊന്നുമില്ല. നല്ല മത്സരം ഉണ്ടാവും ഇത്തവണ കൊയിലാണ്ടിയിൽ. ജോബ് മൈക്കിൾ ഇടത്തോട്ട് മാറണോ വലത്തോട്ട് നിൽക്കണോ എന്തൊക്കെയാ? കേരള കോൺഗ്രസിന്റെ ആദ്യത്തെ റിസൾട്ടാണ്. രണ്ടാമത്തെയാണ്. കേരള കോൺഗ്രസിന്റെ രണ്ടാമത്തെയാണ്. കേരള കോൺഗ്രസിന്റെ 71.7. ജോബ് മൈക്കിൾ 65 മോളിൽ നേടി. ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരിയിൽ ഭയങ്കര ജനകീയനായി. ചങ്ങനാശ്ശേരിയുടെ ജോബായി. അതെ അല്ലേ? കാരണം അത് UDF-ന്റെ കയ്യിൽ പിടിച്ചെടുത്ത മണ്ഡലമാണ്. ജോബ് മൈക്കിൾ MLA എന്ന നിലയിൽ ജോബ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ജോബ് മൈക്കിൾ UDF 4 LDF 2. ചങ്ങനാശ്ശേരിയിലെ തദ്ദേശത്തിലെ നിലയാണ്. UDF-ന്റെ ലീഡ് വളരെ തീരെ ലീഡ്. ചങ്ങനാശ്ശേരിയിൽ സഭയൊക്കെ പ്രധാനപ്പെട്ട നിർണായക ഘടകമാകുന്ന സ്ഥലമാണ്. പെരുന്നയുള്ള സ്ഥലമാണ്. അതെ, നായർ ഹെഡ്ക്വാർട്ടറാണ്. അപ്പോ ലീഡ് 1200 തോട്ടത്തിൽ രവീന്ദ്രനുമായിട്ട് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിലുള്ള തോട്ടത്തിൽ രവീന്ദ്രനുമായി ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ റാങ്കും മാർക്കും പങ്കിടുന്നു. 65ാമത്തെ റാങ്ക്, 71.7 മാർക്ക്. തോട്ടത്തിൽ രവീന്ദ്രനൊപ്പം ജോബ് മൈക്കിൾ. UDF-ന്റെ ശക്തമായ മണ്ഡലം ഇരിക്കൂർ. കരുത്തനായ സ്ഥാനാർത്ഥി സജീവ് ജോസഫ്. നോക്കൂ, UDF-ന്റെ കോട്ടയാണ്. 82 മുതൽ 2021 67.4. അതായത് ഫസ്റ്റ് ക്ലാസ്സിലും മുകളിലാണ്. നല്ല പെർഫോമൻസ് ആണ്. അത് ഓൺ ആവറേജ് നല്ല പെർഫോമൻസ് ആണ് ഇരിക്കൂർ മണ്ഡലത്തിൽ. മാത്രമല്ല സജീവ് ജോസഫിന് അത്ര വലിയ സൈബർ പോരാളികൾ ആവശ്യമില്ല. അവിടുത്തെ കർഷക തൊഴിലാളികളെ കുടിയേറ്റ കർഷക പോരാളികളും മതി. ഒരു സ്വഭാവം ഉള്ളതായിരുന്നു. പേരാവൂരിനൊപ്പം മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇരിക്കൂർ അവിടെ തന്നെ ഇരിക്കും. തദ്ദേശത്തിൽ സംശയമൊന്നുമില്ല. ഒരു സ്വീപ്പ്, ക്ലീൻ സ്വീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഭൂരിപക്ഷത്തിൽ തന്നെ അതെ, മറികടക്കാൻ കഴിയാത്തൊരു ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ ഇരിക്കൂറിനെ കുറിച്ച് പറയാം. സജീവ് ജോസഫും റാങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് മറ്റൊരു MLA-യുമായിട്ട്. അത് നമ്മുടെ ശശീന്ദ്രനുമായിട്ട്. അക്കാര്യത്തിൽ സജീവ് ജോസഫിന് ചെറിയൊരു സങ്കടം ചിലപ്പോൾ വന്നേക്കാം എന്ന് മാത്രമാണ്. പക്ഷേ ഏലത്തൂർ മണ്ഡലത്തിൽ കാര്യം ഇത് രണ്ടിന്റെയും പ്രത്യേകത ഇതാണ്. ഏലത്തൂർ മണ്ഡലത്തിൽ ശശീന്ദ്രൻ എന്ന നിലയിൽ ശശീന്ദ്രൻ നേതാവിനെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കൂറിൽ കോൺഗ്രസിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ചവറയിലേക്ക് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ചവറ. RSPയുടെ തട്ടകം. അവിടെയാണ് ഞെട്ടിച്ചുകൊണ്ട് സുജിത്ത് വിജയൻപിള്ള കടന്നു വരുന്നത്. ആ സുജിത്ത് 79.3 പ്രൊഫഷണൽ. നോക്കൂ, മാർക്ക് 79.3. ഡോക്ടറായ സുജിത്ത് വിജയൻപിള്ള MBBS-ൽ വാങ്ങുന്ന റാങ്ക് പോലെയാണ് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയുടെ റാങ്ക്. ചവറയിൽ മോശമാക്കിയിട്ടില്ല. മാത്രമല്ല ഞാൻ തന്നെ ഈ ചവറയിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേ അവിടെ ഇതേപോലെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഈ സുജിത്ത് വിജയൻപിള്ള. വളരെ പൊളിറ്റിക്കലായ സെക്കുലർ ആയിട്ടുള്ള പരിപാടികൾ ഒരുപാട് കാണുന്ന പ്രദേശമാണ്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്കെല്ലാം സുജിത്തിനെ ഇഷ്ടമാണ്. ഒരു വലിയ വൻമരത്തെ കടപുഴക്കിക്കൊണ്ടല്ലേ വരുന്നത്. 1000 അടുത്ത നേരിയ ഭൂരിപക്ഷമായിരുന്നു. അതെ UDF 3 LDF 3 എന്നുള്ളതാണ് കോർപ്പറേഷനിലെ നില. അതെ, കോർപ്പറേഷനിലെ കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചപ്പോഴും ചവറ പഞ്ചായത്തിൽ 4 4 എന്നുള്ളതാണ് ചവറ. അപ്പൊ ചവറയിൽ
8930 വോട്ടിന്റെ ലീഡ് UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ്. LDF ഈ റിസൾട്ട് അല്പം കോൺഫിഡൻസ് നൽകും. കാരണം കഴിഞ്ഞ 2 തവണയും ഷിബു ബേബി ജോണിനെ തോൽപ്പിച്ചു. ഇത്തവണയും ഷിബു ബേബി ജോൺ തന്നെ മത്സരിക്കുമെന്നുള്ളത് ഏതാണ്ട് ഫിക്സർ ആയിട്ടുള്ളത്. അതുകൊണ്ട് മത്സരം വളരെ ടൈറ്റാണ്. തിരിച്ചടി ഉണ്ടായ നിലയ്ക്ക് ഈ പറയുന്ന കാര്യം വലിയ കോൺഫിഡൻസ് നൽകുന്നത്, വളരെ കോൺഫിഡൻസ് കൊടുക്കുക. MLA എന്ന നിലയിലുള്ള ഇതാണ് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ക്രൂഷ്യൽ ആവാൻ പോകുന്നത് സ്ഥാനാർത്ഥികളുടെ മുഖം നിർണായകമാണ്. സ്ഥാനാർത്ഥികളുടെ മുഖവും അവരോടുള്ള ജനങ്ങളുടെ ജനകീയതയും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ സർക്കാരിനെ ഒരുപക്ഷെ പിടിച്ചു നിർത്തുന്നത് പോലും അത് തന്നെയായിരിക്കും. പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ഈ പ്രോ ഇൻകംബൻസി ഓഫ് MLA. നമുക്ക് ഇതുവരെയുള്ള പട്ടിക പരിശോധിക്കാം. 20 സ്ഥാനാർത്ഥി 20 MLA-മാർ പൂർത്തിയാകുമ്പോൾ ഇതുവരെയുള്ള മികച്ച പെർഫോമൻസ് നമുക്ക് നോക്കാം. അവസാനത്തെ 10ന്റെ കണക്ക് നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് മുഹമ്മദ് മുഹസിൻ, ചെറുപ്പക്കാരനായ മുഹമ്മദ് മുഹസിൻ. തൊട്ടു പിന്നാലെ സുജിത് വിജയൻ പിള്ളയാണ് 27ാം റാങ്ക്. 29 PP ചിത്തരഞ്ജൻ, 39 കാനത്തിൽ ജമീല, 58 CH കുഞ്ഞമ്പു. ജോബ് മൈക്കിൾ 65ാം റാങ്കിൽ, സജീവ് ജോസഫ് 78ാം റാങ്കിൽ, മുരളി പെരുന്നല്ലി 87ാം റാങ്കിൽ, കോവൂർ കുഞ്ഞുമോൻ 92ാം റാങ്കിൽ, KP മജീദ് 112ാം റാങ്കിൽ. ഏറ്റവും നമ്മളെ നിരാശപ്പെടുത്തിയത് KP മജീദാണ്. അതുകൊണ്ട് തന്നെ KP മജീദ് ഇക്കുറി മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ഡലത്തിൽ മത്സരിക്കാൻ നിർബന്ധിച്ച ചിലപ്പോൾ മത്സരിച്ചേക്കുന്ന ഒരു സൂചനയും നൽകി. പക്ഷേ ആ പെർഫോമൻസ് MLA-മാരുടെ പക്ഷേ ഈ പറഞ്ഞ പെർഫോമൻസ് ഈ ഉറപ്പായ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. വോട്ട് ചെയ്തും കാണില്ല, കാരണം അവർക്ക് സീറ്റ് ആവശ്യമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ MLA മോശമാണെന്നുള്ള ഒരു പ്രതീതി വന്നാലേ MLA അവിടെ നിന്ന് മാറുന്നുള്ളൂ. അങ്ങനെ കൂടി വോട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. എന്നാലും ലീഗ് കുറെ മാറുന്നുണ്ട് കേട്ടോ. കുറെ കാര്യത്തിൽ ഒരുപാട് വനിതകളെ നിർത്തുന്നതിലും യുവാക്കളെ നിർത്തുന്നതിലൊക്കെ ഒരു വലിയ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ആ ഒരു ചേഞ്ച് വളരെ വിസിബിൾ ആയിരുന്നു. ലീഗ് അതൃപ്തി പറഞ്ഞിട്ടുണ്ട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ. അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇതാണ്. ഇത് സൂചിപ്പിക്കുന്ന എഗെയിൻ ഞാൻ എന്റെ ആ ഹൈപ്പോത്തസിസിലേക്ക് വരികയാണ്. MLA-മാരുടെ ആ ജനകീയത ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാണ്. MLA-മാരുടെ ജനകീയത ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കാൻ പോകുന്ന ഒന്ന് MLA-മാരുടെ പെർഫോമൻസ്. എന്നുള്ളതല്ല, MLA ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റാൻ ജനങ്ങൾക്ക് കഴിയാത്ത വിധം ജനങ്ങളുമായി ഇടപഴകി MLA-മാരുണ്ട്. ഇപ്പൊ പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടിയുമനെ മാറ്റാൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾ പാർട്ടി വിചാരിച്ച നടക്കൂല. കുഞ്ഞാലിക്കുട്ടിയെ മാറ്റാൻ പറ്റൂ. അതേപോലെ രാജീവ് കാന്തപുരത്തെ മാറ്റാൻ കഴിയൂ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ MLA-മാരുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, MLA-മാരുടെ പെർഫോമൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഫാഷൻ സംഭവിച്ചു, അതുകൂടി ഒന്ന് തിരുത്തി പോകാം. മുരളി പെരുന്നല്ലി, ഞാൻ CPI എന്നാണ്, CPM ആണ് പറഞ്ഞു വന്നതിനിടയ്ക്ക് CPIM ആണ്. അതിൽ ഞാൻ പറഞ്ഞില്ല, CPI കൊണ്ട് നിർത്തി പോവുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മളിനി അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് പിറവത്ത് അനൂപ് ജേക്കബിന്റെ മണ്ഡലം. എത്ര മാർക്കുണ്ട് അനൂപ് ജേക്കബിന്? പിറവത്തുകാർ കൊടുക്കുന്നത് എത്ര മാർക്കാണ്? അനൂപ് ജേക്കബ് പ്രതീക്ഷ കാത്തോ എന്നുള്ളതാണ്. ഫസ്റ്റ് ക്ലാസിന് മുകളിലാണ് അനൂപ് ജേക്കബിന്റെ പെർഫോമൻസ്. 84ാം റാങ്കാണ് അനൂപ് ജേക്കബിന്. 84ാമത്തെ റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. മോശമല്ലാത്ത റാങ്കാണ്. പിറവം നിരാശപ്പെടുത്തിയില്ല. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. സാധാരണ അനൂപ് ജേക്കബിനെ നമ്മൾ സഭയ്ക്കുള്ളിൽ ചില ചോദ്യങ്ങളിലും ചില സബ്മിഷനിലും അടിയന്തര പ്രമേയത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വളരെ നിശബ്ദനാണ് എപ്പോഴും അനൂപ് ജേക്കബ്. വളരെ നിശബ്ദനായിരുന്നു അനൂപ് ജേക്കബ്. പക്ഷേയെങ്കിലും മണ്ഡലത്തിൽ സജീവമായിരുന്നു. UDF-ഉം LDF-ഉം തുല്യത പാലിച്ചു നിൽക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയിൽ 6-6 പിറവത്താണ് പെടുക. അപ്പോൾ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. പിറവത്ത് തദ്ദേശത്തിലെ മൊത്തം വോട്ട് നില നോക്കിയാൽ എന്ന് വെച്ചാൽ ഒരു കംഫർട്ടബിൾ ആണ് എന്ന് നമുക്ക് പറയാം, സേഫ് ആണ് എന്ന് നമുക്ക് പറയാം ഇക്കുറി. പക്ഷേ ആവറേജ് പെർഫോമൻസ് ആണ് പിറവത്തുള്ളത്. 20,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം അവിടെ കിടപ്പുണ്ട്. അതൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ TM ജേക്കബിന്റെ ഒരു ലെഗസി ആ മണ്ഡലത്തിലുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പീരുമേട്ടിലേക്ക്. അപ്പൊ നമുക്കിടയിലില്ലാത്ത അടുത്തയാൾ കാനത്തിൽ ജമീലയെ പോലെ തന്നെ നമുക്കൊപ്പമില്ലാത്ത മറ്റൊരു MLA ആണ് വാഴൂർ സോമൻ. CPI-യുടെ വാഴൂർ സോമൻ 68.2 മാർക്കാണ്. 76ാമത്തെ റാങ്കാണ് പീരുമേട്ടിൽ. വാഴൂർ സോമനെ ചുറ്റി ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ പുറത്തുവിട്ട ചില വാർത്തകൾ ഉണ്ടായിരുന്നു വാഴൂർ സോമനുമായി ബന്ധപ്പെട്ട്. ആ വാഴൂർ സോമൻ മണ്ഡലത്തിൽ ആക്റ്റീവായിരുന്നു, ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടു. പക്ഷേ വാഴൂർ സോമന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ പീരുമേട്ടിലുണ്ടായി എന്നുള്ളതും വാസ്തവമാണ്. പല വിഷയങ്ങളിലും വാഴൂർ സോമൻ ഇടപെട്ടിരുന്നു, സജീവമായി മണ്ഡലത്തിലുണ്ട്.
UDF 6, LDF 3 എന്നതാണ് തദ്ദേശത്തിലെ റിസൾട്ട്. അത് UDF കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 5000 വോട്ടിന്റെ ലീഡുണ്ട്. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി അലോഷ്യ സേവറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്തിയാലോ എന്ന് പോലും UDF ആലോചിക്കുന്നുണ്ട്. ചെറുപ്പക്കാരനെ പീരുമേട്ടിലേക്ക് വിടാനുള്ള തീരുമാനവുമുണ്ട്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അടുത്തത് കുന്നംകുളത്തേക്കാണ്. AC മൊയ്തീൻ മുൻമന്ത്രി. അതായത് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ കേരളം ഏറെ ചർച്ച ചെയ്യുകയും ഈടിത ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിൽ ഇടുകയും ഒന്നും സംഭവിക്കാതെ പോവുകയും ചെയ്ത കരുവന്നൂരിൽ മികച്ച പെർഫോമൻസ് ആണ് AC മൊയ്തീൻ. റാങ്ക് നോക്കൂ, 36ാമത്തെ റാങ്കാണ് AC മൊയ്തീൻ. 36ാമത്തെ റാങ്കാണ്. മുഴുവൻ അന്വേഷണ ഏജൻസികളും ഇറങ്ങിയിട്ടും മുഴുവൻ അന്വേഷണ ഏജൻസികളും AC മൊയ്തീനൊപ്പം പോയി. പേടിപ്പിച്ചിട്ടും ഒരു ഇഞ്ച് പോലും പേടിക്കാത്ത നേതാവാണ് AC മൊയ്തീൻ. ഇപ്പോഴും ഒരു തെളിവ് പോലും കരുവന്നൂരിൽ കിട്ടിയിട്ടില്ല AC മൊയ്തീനെതിരെ. AC മൊയ്തീൻ കുന്നംകുളത്ത് മത്സരിക്കാൻ ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശത്തിൽ UDF LDF ഒപ്പത്തിനൊപ്പമാണ്. അത് തന്നെയായിരുന്നു അന്ന് LDF വലിയ ക്യാമ്പയിനായിട്ട് ഉപയോഗിച്ചതും. അവിടെ 12,418 വോട്ടിന്റെ ലീഡാണ് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളിൽ. അതായത് സുരേഷ് ഗോപി നടന്ന് പദയാത്ര നടത്തി. അത് പദയാത്രയായി രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കപ്പുറത്ത് കരുവന്നൂർ ഒരു യാഥാർത്ഥ്യമാണ് എന്നതിൽ തർക്കമില്ല. അല്ല, കരുവന്നൂർ വിഷയത്തിൽ ആ വിഷയം തന്നെ CPM-ൽ നിന്ന് വന്ന ആളുകൾ തന്നെ ഉന്നയിച്ച വിഷയമാണ്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ പക്ഷേ AC മൊയ്തീനെ കുരുക്കാൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ ഈ നിമിഷം പോലും ഒരു തെളിവിന്റെ കണിക വ്യക്തിപരമായ കാര്യത്തിനപ്പുറത്തേക്ക് സ്വാഭാവികമായും തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് പ്രധാനമാണ്. പക്ഷേ അതൊരു ക്രിമിനൽ കോൺസ്പിറൻസിയിലേക്ക് നയിക്കുന്ന തെളിവ് ഉണ്ടായിരിക്കാം. ഈ പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസികൾ പറന്നിറങ്ങിയിട്ടും ഒന്നും ഇതുവരെയും സംഭവിക്കാതെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടുന്ന ഘട്ടം പോലും ഉണ്ടായി. പക്ഷേ ആ നിമിഷവും പതറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മണ്ഡലം ഇപ്പോഴും AC മൊയ്തീനോടൊപ്പം നിൽക്കുന്നത്. കരുവന്നൂർ യാഥാർത്ഥ്യമാണെങ്കിലും AC മൊയ്തീൻ കരുവന്നൂരിൽ കുന്നംകുളത്തെ ജനകീയനായ നേതാവാണ്. തർക്കവുമില്ല. അതെ. AC മൊയ്തീൻ ഇപ്പോഴും കുന്നംകുളത്തിന്റെ ജനകീയനായ നേതാവാണ്. ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിക്കാർ നന്നായി വോട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാവുകയും അനിൽ അക്കരെ വന്നേക്കും എന്നുള്ള സൂചന അടക്കം ബാക്കി നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങനെ കോൺട്രവേഴ്സിയിലായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കിട്ടണമെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ, നമ്മുടെ സർവേ പറഞ്ഞേക്കൂ, ജനങ്ങളുടെ കോൺഫിഡൻസ് AC മൊയ്തീനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് കരുവന്നൂർ. 12,000 ലീഡുള്ള മണ്ഡലമാണ് തദ്ദേശത്തിൽ. ഓക്കെ, കുന്നംകുളം AC മൊയ്തീൻ 36 മികച്ച റാങ്കാണ് കുന്നംകുളത്ത് AC മൊയ്തീന്റെ MLA-ക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് തിരുവല്ലയിലേക്ക് പോകാം. മാത്യു ടി തോമസ് അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ SJD, പണ്ടത്തെ JDS അല്ലേ. 62 ISJD, ഇപ്പോഴത്തെ ISJD മാത്യു ടി തോമസിന് ഫസ്റ്റ് ക്ലാസിന് മുകളിലുണ്ട്. റാങ്ക് 89ാമത്തെ റാങ്ക്. തിരുവല്ലയിൽ നിന്നുള്ള മാത്യു ടി തോമസ് 89ാമത്തെ റാങ്കാണ് നേടിയിരിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. 11,421 62 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 89ാം റാങ്ക്, 62 മാർക്ക്. ഫസ്റ്റ് ക്ലാസ്സിന് മുകളിലുള്ള മാർക്കുണ്ട്. കഴിഞ്ഞ തവണ UDF-ന്റെ നല്ല ലീഡ് UDF-ന് സമ്മാനിച്ചിരുന്നു. 6,725 വോട്ട് തിരുവല്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതാണ്. പക്ഷേ മാത്യു ടി തോമസ് ജനകീയനും സൗമ്യനുമാണ്. KSRTC ഭരിച്ചതിൽ വെച്ച് KSRTC-യുടെ കയ്യിൽ നിന്ന്, അതായത് കമ്പനികളുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങാതെ KSRTC-ക്ക് ബസ് കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെ പൊതുവെ മാധ്യമപ്രവർത്തകരിൽ ചർച്ചയുണ്ടായിരുന്നു. അത്രയും സത്യസന്ധനും ട്രാൻസ്പെറന്റും. ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും തമ്മിൽ അതിലൊരു തർക്കവും ഉണ്ടായിട്ടുണ്ട്. കമ്മീഷനുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ബസ് വാങ്ങുന്നില്ല എന്ന നിലപാടെടുക്കുന്ന ആളാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പലർക്കും പലതിനോടായിരിക്കുമല്ലോ പ്രിയം. മാത്യു ടി തോമസ് തിരുവല്ല ISJD. അപ്പോൾ അതാണ് മാത്യു ടി തോമസിന്റെ റിസൾട്ട്. അടുത്തത് വർക്കല വി ജോയ് ആയിരിക്കും. വി ജോയ് എൻജോയ് ചെയ്യുമോ നോക്കാം. വി ജോയ് 75.2. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, സൈബർ സംഘങ്ങൾ മുഴുവനും വി ജോയോടൊപ്പം 42ാം റാങ്ക്. പാർട്ടി ജില്ലാ സെക്രട്ടറിയായി സൈബർ പിന്തുണയുള്ള കുറെ നേതാക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. ഒരു കാര്യമുണ്ട് കേട്ടോ, അവിടുത്തെ വലിയ വേവിനിടയിലും UDF-നെ വിറപ്പിച്ചതായിരുന്നു കഴിഞ്ഞ ലോക്സഭ. ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കുന്ന വലിയ യുവജന കൂട്ടായ്മയുണ്ട് കൂടെ. പിന്നെ മാത്രമല്ല നമുക്കൊരു പേഴ്സണൽ സന്തോഷം എന്താണെന്നറിയുമോ, നമ്മുടെ മീറ്റ് എഡിറ്റേഴ്സ് എല്ലാം കുത്തിയിരുന്ന് കാണുകയും അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിയെടുക്കുകയും ചെയ്തതായിട്ട് BJ നമ്മുടെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മീൻസ് അങ്ങനെ പോലും പൊളിറ്റിക്കലായിട്ട് ഇപ്പോഴും ചിന്തിക്കുന്ന 17,000 പരം വോട്ടിന്. 17,000. അതെ. തദ്ദേശത്തിൽ UDF 5, LDF 3.
നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ കേട്ടോ. 2034. പക്ഷെ അത് വി ജോയ് എന്ന ഒരു അധികായന്റെ മുന്നിൽ ഈ 2034 എന്നുള്ളത് വിജോയ് വീണ്ടും വരികയാണ് വർക്കലയിൽ. 42 മികച്ച മികച്ച റാങ്ക്. വി ജോയ് മികച്ച പെർഫോമൻസുമായി അടുത്ത പോരാട്ടത്തിന് അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന റാങ്കാണ്. വർക്കലയിൽ നിന്ന് അത്ര വലിയ ആത്മവിശ്വാസം പറയാൻ കഴിയില്ല. 2200 വോട്ടുകളുടെ ലീഡ് മാത്രമേ ഉള്ളൂ. ഇത്തവണയും അതിലല്ല ഇതിന് ഭയങ്കര ആത്മവിശ്വാസമാണ്. വി ജോയിയുടെ പെർഫോമൻസിലാണ് ആത്മവിശ്വാസം. മണ്ഡലത്തിൽ സജീവമായിരുന്നു, പാർട്ടി സെക്രട്ടറിയും കൂടിയായിരുന്നു. അപ്പൊ പാർട്ടി മെഷീനറി ഉണ്ട്, ഒപ്പം തന്നെ മണ്ഡലത്തിലെ ജനകീയതയും രണ്ടും കൂടി വരുമ്പോൾ വി ജോയ്ക്ക് 2052 മറികടക്കാവുന്നതേ ഉള്ളൂ. അടൂർ പ്രകാശിനെയാണ് വിറപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭയിൽ. അടുത്ത കുട്ടനാടിലേക്ക് പോയാൽ കുട്ടനാട്ടിലെ എംഎൽഎ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ തന്നെ പല അഭിപ്രായങ്ങളാണ്. തോമസിന് പടക്കം വരും. കാരണം തോമസ് പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല എന്നാണ് തോമസ് കെ തോമസിന്റെ ഒരു പക്ഷം. 52.6 ഉണ്ട്. ഒരു ആവറേജ് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 96 കുട്ടനാട്. പല പ്രമുഖരെയും വെച്ച് നോക്കുമ്പോ കുട്ടനാട് പക്ഷേ 96. ഞാനിത് പ്രതീക്ഷിക്കാത്ത റാങ്കാ. ഞാൻ 100-ന് പുറത്ത് പോകുമെന്ന് കരുതിയതാ. 96 കാര്യം കുട്ടനാട് നമ്മൾ അവിടെ പോകുന്ന സമയത്ത് വെള്ളത്തിന്റെ കാര്യമൊക്കെ ബന്ധപ്പെട്ട് തോമസ് കെ തോമസിനെതിരെ കുറേയധികം പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. തോമസ് കെ തോമസ് തന്നെ ഇപ്പോൾ ആ സീറ്റ് വലിയ താല്പര്യമില്ല എന്ന മട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കുട്ടനാട്. 5000 വോട്ടിന് മാത്രം ഭൂരിപക്ഷമാണ് ഉള്ളത്. തദ്ദേശം നോക്കുകയാണെങ്കിൽ UDF 3 NDA 1. കുട്ടനാട് കർഷകരുടെ സ്വന്തം കുട്ടനാടിൽ LDF-ന്റെ ലീഡാണ് 64. അതുകൊണ്ടാണ് ആ സീറ്റിന് LDF-ൽ ധാരാളം ടേക്കേഴ്സ് ഉണ്ടാവുന്നതും കുട്ടനാട്. പക്ഷേ ഇത്തവണ കുട്ടനാട് ക്രൂഷ്യലാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തത് ഏറ്റുമാനൂർ. VN വാസവന്റെ ഏറ്റുമാനൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര മാർക്ക് കൊടുക്കും ഏറ്റുമാനൂരുകാർ VN വാസവന്? ഏറ്റുമാനൂരിന്റെ സ്വന്തം VN വാസവൻ എന്താ പോക്ക്? VN വാസവൻ 80. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണല്ലോ. എല്ലാ വിവാദങ്ങൾക്കും ശേഷം 17ാം റാങ്ക് മാർക്ക് ഇപ്പോൾ തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ വിവാദത്തിൽ ഉൾപ്പെടുന്ന ആൾ എന്ന നിലയ്ക്ക് സംഘടിതമായ വോട്ടും വീഴും. അതെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണല്ലോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം മന്ത്രി സഹകരണ വകുപ്പ് അല്ല നിയമസഭയിൽ പറഞ്ഞത് 2 തരം മറുപടികൾ പറഞ്ഞു എന്നുള്ള കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് VN വാസവൻ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവാണ്. മാത്രമല്ല VN വാസവന്റെ ഒരു പ്രത്യേകത, സഭയാണെങ്കിലും ശരി മറ്റ് സമുദായ നേതാക്കളാണെങ്കിലും ശരി, ഈ CPM-ലെ ഏറ്റവും നല്ല നയതന്ത്ര വിദഗ്ധനാണ് VN വാസവൻ. നല്ല ടേംസ് ഉള്ള ആളാണ്. മികച്ച ഒരു ക്രൈസിസ് മാനേജറായിട്ട് പലതവണ പാർട്ടി അദ്ദേഹത്തെ രംഗത്ത് NSS ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം കോള് വരുന്നത് വാർത്താ സമ്മേളനത്തിനിടയ്ക്ക്. മാത്രമല്ല സഭയിൽ പോണോ, പെരുന്നേ പോണോ, വെള്ളാപ്പള്ളി എടുത്ത് പോണോ, ഇനി ആരെടുത്ത് പോണമെങ്കിലും VN വാസവൻ അയച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. തദ്ദേശം നോക്കാം നമുക്ക്. തദ്ദേശത്തിൽ എങ്ങനെയാണ് UDF 4 LDF 2 നില കൂടി നോക്കിയാൽ? അതെ, ഭൂരിപക്ഷം 37. ഏറ്റുമാനൂരൊന്നും ആ അർത്ഥത്തിൽ VN വാസവൻ നിൽക്കുന്നിടത്തോളം കാലം തിരിച്ചു. പക്ഷെ ഞാൻ അരുൺ സാറേ ഞാൻ കയറി ശ്രദ്ധിക്കുകയായിരുന്നു, പല മണ്ഡലങ്ങളിലും അല്ല ഈ പഞ്ചായത്തുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് പഞ്ചായത്ത് UDF മുമ്പിലായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ റിസൾട്ട് 7 എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് മുതൽ തന്നെ വാദിക്കുന്നത് ആണെങ്കിലും റാങ്ക് പങ്കിടുന്നു റോജി എം ജോണിനൊപ്പം. ചെറുപ്പക്കാരനെ റോജി എം ജോണിനോടൊപ്പം 2 മുന്നണികളിൽ നിന്നും 2 മുന്നണികളിൽ ജനങ്ങളെത്ര ക്ലാരിറ്റിയോടുകൂടിയ കൈകാര്യം ചെയ്ത് നോക്കിയല്ലേ നമ്മുടെ സർവേയിൽ. റോജി എം ജോണിനും VN വാസവനും ഒരേ റാങ്ക് അല്ലേ? അത് റോജി എം ജോണിനും അഭിമാനിക്കാവുന്ന റാങ്കാണ്, VN വാസവനും അഭിമാനിക്കാവുന്ന. അതെ, ചെറുപ്പക്കാരനെ റോജി എം ജോണിന്റെ അത്രയും താങ്കൾ പെർഫോം ചെയ്തു. ഊർജ്ജസ്വലതയോടുകൂടി VN വാസവൻ മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ചടയമംഗലത്തേക്ക് ചിഞ്ചുറാണിയുടെ മണ്ഡലം. ചിഞ്ചുറാണി മന്ത്രി എന്ന നിലയ്ക്ക് റാങ്കിൽ താഴെ ആയിരുന്നെങ്കിലും MLA എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കാം. ചിഞ്ചുറാണി ഫസ്റ്റ് ക്ലാസ് മാർക്ക് ചിഞ്ചുറാണി നേടിയിട്ടുണ്ട്. 88ാം റാങ്ക്. മന്ത്രി എന്ന നിലയിൽ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ MLA എന്ന നിലയിൽ 88 റാങ്കാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ചടയമംഗലത്ത് നിന്ന് ജയിച്ച CPI-യുടെ 13,278 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചടയമംഗലത്ത് നിന്ന് ചിഞ്ചുറാണി നിയമസഭയിലേക്ക് എത്തുന്നത്. തദ്ദേശത്തിൽ LDF-ന്റെ കോട്ടയാണ് പ്രത്യേകിച്ച് CPI-യുടെ. അതുകൊണ്ട് ഇപ്പൊ നോക്കിയ 4 മണ്ഡലങ്ങളിലും UDF-നാണ് പഞ്ചായത്ത് കൂടുതലെങ്കിലും ലീഡ് LDF-നാണ്. പക്ഷെ കാര്യം എന്താ വെച്ചാൽ ഈ പഞ്ചായത്തല്ല ഒരു കാലത്ത് LDF ഭരിച്ചോണ്ടിരുന്ന 2020 ആ പഞ്ചായത്താണ് UDF കൊണ്ടുപോയത്. പക്ഷെ അവിടെ അപ്പോഴും ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ വോട്ടാണ്. നെക്സ്റ്റ്
അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചിരിക്കുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലേക്ക്. ചിറ്റൂർ മണ്ഡലത്തിലുള്ള കെ കൃഷ്ണൻകുട്ടി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു 65.5 65.5 ഫസ്റ്റ് ക്ലാസ്. ഭേദപ്പെട്ട പ്രകടനമാണ്. മന്ത്രി റാങ്ക് 85ാം റാങ്ക്. കെ കൃഷ്ണൻകുട്ടി 85ാം റാങ്ക്. ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ മത്സരിക്കാനില്ല. പുതിയ ചെറുപ്പക്കാർക്കായി ഒഴിഞ്ഞു കൊടുക്കുന്നു. 65.5 ഇവിടെ ജയചിന്ദ്രാണിയും കൃഷ്ണൻകുട്ടിയും ഒക്കെ മന്ത്രിമാരെന്നുള്ള നിലയിൽ താരതമ്യേന വീക്കായിരുന്നെങ്കിലും MLA-മാർ എന്നുള്ള നിലയിൽ അവരുടെ പെർഫോമൻസ് വളരെ മികച്ചതാണെന്ന് തന്നെയാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. രണ്ടുപേരും മന്ത്രിമാരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറച്ചുകൂടി മണ്ഡലത്തിൽ പദ്ധതികൾ വരാനുള്ള സാധ്യത. രണ്ടാമത്തത് ഈ രണ്ടും പാർട്ടി കോട്ടകളാണ്. ചിറ്റൂര്, മറ്റൊന്ന് ചടയമംഗലം. തദ്ദേശം നോക്കാം. ഇനി തദ്ദേശത്തിലേക്ക് എത്തിയാൽ ചിറ്റൂർ മേഖലയിൽ പാർട്ടി മേഖലയാണ്. തദ്ദേശത്തിന്റെ കടമുഴക്കിയപ്പോൾ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. കംഫർട്ടബിൾ ആയിട്ട് അതുകൊണ്ടാണ് റാങ്കിൽ ഭേദപ്പെട്ടത്. അതായത് ആ മണ്ഡലം പാർട്ടി മണ്ഡലം ആയതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വോട്ട് കുറഞ്ഞു. സമവാക്യം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സമവാക്യം കുറച്ച് നേരായിട്ടും കാണുന്നുണ്ട്. അതെ ഞാൻ ഈ സമവാക്യമൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതെ. അടുത്തത് റാന്നിയിലേക്കാണ്. പ്രമോദ് നാരായണൻ വളരെ യങ് വൈബ്രന്റ് MLA കേരള കോൺഗ്രസ് വിഭാഗത്തിൽ 73.3. വളരെ ജനകീയനായ MLA ആണ് കേട്ടോ. അവിടെ ഇത്തവണ മുന്നണി മാറ്റത്തിൽ ഇല്ല എന്ന നിലപാടെടുത്തയാളാണ്. ആദ്യ നിലപാടെടുത്ത 55ാം റാങ്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ശേഷം ബാക്കി എത്ര പേരാ ഉള്ളത്? 85 പേരുണ്ട്. അപ്പോ റാങ്കി മോശമാക്കിയില്ല. 285 മാത്രമാണ്. CPM വിജയിക്കുന്ന സീറ്റ് മാണി കോൺഗ്രസിന് വിട്ടുകൊടുത്ത സീറ്റാണ്. അതെ, അവിടെ എന്നിട്ടും 1250 വിജയിച്ചിട്ടും പെർഫോമൻസ് മികച്ച നിലയിൽ നിലനിർത്താൻ സാധിച്ചു. തദ്ദേശം കൂടി നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കാം. തദ്ദേശത്തിൽ UDF 8 LDF 3 എന്നാണ്. അത് അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ CPM ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ള ലീഡ് നോക്കൂ. 10,927 ഇതാണ് കോൺഫിഡൻസ് ഉണ്ടാവും. രാജു എബ്രഹാം 5 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ആ വിജയിക്കുന്ന സീറ്റ് ഒരു സഖ്യകക്ഷിക്ക് വിട്ടുകൊടുത്ത് പഴയ SFI-കാരനാ. CPM കൊടുത്ത CPM-ന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കോംപ്രമൈസ് ആയിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൊണ്ടുവരാൻ. ഈ റാന്നി തന്നെയാണ് പോകുന്നില്ല എന്ന തീരുമാനം എടുക്കുകയും ചെയ്തത്. അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ജയിക്കുന്ന സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് വന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണത്. ഓക്കെ, മോശമാക്കിയില്ല പ്രമോദ് നാരായൺ. പ്രമോദിന് സന്തോഷിക്കാം. അപ്പോൾ പ്രമോദ് അപ്പുറത്ത് പോയാലും ഇപ്പുറത്ത് പോയാലും ജയിക്കുമെന്ന് പറയുന്നവരാണ് റാന്നിക്കാർ. ഇനിയിപ്പോ ഇടതുവശത്ത് നിന്നാലും കോൺഗ്രസിലേക്ക് UDF-ലേക്ക് പോയാലും പ്രമോദ് നാരായൺ ജയിക്കും എന്നൊരു അഭിപ്രായം. UDF-ലേക്ക് പോകുമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് ആദ്യം പോസ്റ്റ് ഇട്ട പുള്ളിയാണ്. റോഷി അഗസ്റ്റിനൊപ്പം നിന്ന വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു പ്രമോദ് നാരായൺ വിഷയത്തിൽ. അയ്യോ, എന്താ ഇവിടെ സംഭവിക്കണേ? മോളെ മ്യൂട്ട് ചെയ്യോ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മൾ മൊത്തം 30 സെറ്റുകൾ പൂർത്തിയാക്കുന്നു. 30 കോൺസ്റ്റിറ്റ്യുവൻസികൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും ഒടുവിൽ 3ാം സെറ്റിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നോക്കാം. 17ാം റാങ്കോടുകൂടി VN വാസവ്. നല്ല തിളക്കമുള്ള റാങ്കാണ്. 36 AC മൊയ്തീൻ. അതെ, AC മൊയ്തീൻ. 42 വിജോയ്. 55 പ്രമോദ് നാരായണൻ. 76 വാഴൂർ സോമൻ. സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും ഇതിനകത്ത് ഈ UDF-ന്റെ ആളുകൾ എവിടെ എന്നുള്ളത്. പ്രേക്ഷകരെ ആകെ 140 MLA-മാരേ ഉള്ളൂ. അതിൽ UDF-ന് ആകെ ഉള്ളത് 40 അല്ലേ? 84 MLA-മാരേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ സെറ്റിലും അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. 84 അനൂപ് ജേക്കബ്. 85 കെ കൃഷ്ണൻകുട്ടി. ജയചിത്രാണി, മാത്യു ടി തോമസ്, തോമസ് കെ തോമസ്, NCP 96. ഇതാണ് 3ാമത്തെ സെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മുഖ്യമന്ത്രിയുടെ പെർഫോമൻസിനെ എങ്ങനെയാണ് 16.5 ലക്ഷം വോട്ടർമാർ വിലയിരുത്തുന്നത് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. വോട്ടർമാർ നേരിട്ട് പങ്കെടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ഓൺലൈൻ സർവേ റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026ന്റെ ഫലപ്രഖ്യാപനമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ 30 MLA-മാരുടെ പെർഫോമൻസ് ഇന്നത്തെ ദിവസം വിലയിരുത്തി. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത പൊതുചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തി. ഇനി മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ, മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലെ 20% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ 20% വരുന്ന, മൊത്തം ജനതയുടെ 20% വരുന്നവർ
വോട്ട് ചെയ്ത ഒരു സർവേ ആണ് എന്നുള്ളത്. തുടർഭരണം നേടിയ മുഖ്യമന്ത്രിക്ക് കേരളം എത്ര മാർക്കിടുന്നു? അതെ, നോക്കാം. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രകടനം വളരെ മികച്ചത്. എന്താ പെർഫോമൻസ്? 31.54. 31.54. 3-1. 24 പ്രതിപക്ഷ നേതാവിന്. 3-1. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് 31.54%. രണ്ട് രീതി വായിക്കാം. വളരെ മികച്ചതെന്ന് 31.54% പറയുന്നുള്ളൂ. 79 മികച്ചത് 24.12. That means 55%. 31 24 55% ആൾക്കാർ മികച്ചത് എന്ന കാഴ്ചപ്പാടാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം മികച്ചതെന്ന് 55% അഭിപ്രായപ്പെടുന്നു. ശരാശരി 7.2. ശരാശരി 7.2. മോശമെന്ന് പറയുന്നത് എത്രയുണ്ട് എന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം മോശമെന്ന അഭിപ്രായമുള്ളത് 22.53. 22.53. വളരെ മോശം എന്നുള്ളത് 14.1 മാത്രമാണ്. അതായത് 36-37% ആളുകൾ മോശമെന്ന് പറയുമ്പോൾ 55% ആളുകൾ മികച്ചത്, വളരെ മികച്ചത്, രണ്ട് കാറ്റഗറിയും കൂടി കൂട്ടി പറയുന്നു എന്നുള്ളതാണ്. അതിൽ ശരാശരി ഒരു 7% കിടക്കും. അതൊരു സൂചനയാണ്. അതൊരു സൂചനയാണ്. ആ അർത്ഥത്തിൽ ഒരു വലിയ സൂചനയാണ്. 10 വർഷം ഭരിച്ചതിന് ശേഷമാണ്. അതെ, അതായത് തുടർഭരണം കിട്ടിയതിനു ശേഷവും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം 55% ആളുകൾ പിന്തുണയ്ക്കുന്നു. മികച്ചത് നോക്കൂ. 31.54, 24.12, 7.20, മോശം 22.53, വളരെ മോശം 14.61 എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കൂടി നമുക്ക് നോക്കാം. അല്ല സാർ, അതിനകത്ത് 31, 24, 7 കൂടെ കൂട്ടി എത്ര നോക്കിയാൽ അല്ല, 7 അത് കണക്കൂടല്ല. അതൊരു സ്വിംഗ് ആണ്. അത് പൂർണ്ണമായിട്ടും എന്തായാലും 55% വന്നു. ശരാശരി എന്നുള്ളത് മാറ്റിവെച്ചാൽ തന്നെയും 55% ഇത് ശരാശരിയും കൂടി കൂട്ടിയാൽ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 62% എന്ന കാറ്റഗറി ആണെങ്കിൽ 62% വന്നു. 62% വരും എന്നുള്ളത്. അതായത് കൂടി കാണാം. പ്രതിപക്ഷ നേതാവിന്റെ കൂടി നമുക്ക് ഇതേ രൂപത്തിൽ നോക്കാം. ഇതേ രൂപത്തിൽ കണ്ടാൽ അവിടെ നോക്കൂ. വളരെ മികച്ചതും 43% ഉള്ളൂ. അവിടെയാണ് മുഖ്യമന്ത്രി 55%ലേക്ക് എത്തി നിൽക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ചത് എന്ന സ്ലാബിനായിരുന്നു ഏറ്റവും ഉയരം കൂടുതലെങ്കിൽ താരതമ്യം നമുക്ക് നോക്കാം. വളരെ മികച്ചത് 31.54 മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവിന്റേതാണെങ്കിൽ 24.45. നോക്കൂ, ആ ഡിഫറൻസ് നോക്കൂ. ഓരോ കാറ്റഗറിയിലും മികച്ചതിൽ 24-ഉം 19-ഉം ഡിഫറൻസ് നോക്കൂ. മോശമാകുന്നതിൽ പിണറായി വിജയൻ താഴെ നിൽക്കുന്നു, ഒപ്പം പ്രതിപക്ഷ നേതാവ് മുകളിൽ നിൽക്കുന്നു. പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് കമ്പാരിസൺ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള കമ്പാരിസൺ ചാർട്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കമ്പാരിസൺ ചാർട്ടാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ 31.54% ആളുകൾ വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മികച്ചതെന്ന് 24.12% അഭിപ്രായപ്പെടുന്നു. എന്നാൽ ആ സമയം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് 24-ഉം 19% മികച്ചത്, വളരെ മികച്ചത് എന്ന കാറ്റഗറിയിലുള്ളത്. അതായത് ഒരു ആന്റി ഇൻകുംബൻസി ഇല്ല എന്ന ഈ കണക്കിന്റെ ഈ കണക്കുകളിൽ പറയുന്ന പ്രകാരം പിണറായി വിരുദ്ധത ഇല്ല എന്നത് കൂടി. അതെ, അതായത് ഇതുവരെയും LDF-നെ ആക്രമിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേർക്ക് ഈ പിണറായി വിരുദ്ധത ആക്ഷേപിക്കാൻ കഴിയില്ല. സർവേ പ്രകാരം 55% ആളുകൾ മികച്ചതെന്നോ വളരെ മികച്ചതെന്നോ അഭിപ്രായപ്പെടുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പ്രവർത്തനത്തിൽ. അല്ല, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രളയം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്ത് കേരളത്തെ നയിച്ച മുഖ്യമന്ത്രിക്ക് 31% ആൾക്കാർ, 55% ആൾക്കാർ, 55% ആൾക്കാർ മൊത്തത്തിൽ ഒരു വലിയ അത് കേരള ജനസംഖ്യയുടെ 20% ആൾക്കാർ വോട്ട് ചെയ്തതിലാണെന്ന് ഓർക്കണം. ഇത്രയും വലിയൊരു സാമ്പിൾ സൈസ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും സൈബർ സംവിധാനങ്ങൾ തമ്മിലുള്ള പോരിന്റെ റിസൾട്ട് കൂടിയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ മാധു, അതിനൊരു പ്രശ്നം നമ്മൾ എന്ത് പോരുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയുടെ 20% വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. 16 ലക്ഷം കേരളത്തിലെ 16 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്യുന്ന സമയത്ത് 55% ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം മികച്ചതാണെന്ന് പറയുന്നതാണ്. വളരെ മികച്ചതാണ്. ഓരോ മണ്ഡലത്തിലെയും സാധാരണക്കാരെ ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു തവണ വോട്ട് ചെയ്യാനുള്ള പ്രൊവിഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈബർ അക്യുമുലേഷൻ അവിടെ വന്നു നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിന്റെ ഒരു അങ്ങനെയല്ല, ഒരു ആഹ്വാനം കൊടുത്തുകൊണ്ട് കുറെ പേർക്ക് പങ്കെടുക്കാനോ ഉറപ്പായിട്ടും. ഇതിനകത്ത് ഹരിപ്പാടുള്ള MLA രമേശ് ചെന്നിത്തലയ്ക്ക് 5ാമത്തെ റാങ്ക് സർവേ ആണ്. അല്ല, അതേപോലെ തന്നെ ആഹ്വാനം കൊടുക്കാം. അങ്ങനെ ആഹ്വാനം കൊടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് പങ്കെടുക്കാം. അങ്ങനെയുണ്ടാവും. അല്ല, നോക്കൂ, അവിടെയും
ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ മാർക്കും ഇതേ സർവേയിലൂടെയാണ് 5ാം റാങ്കിലേക്ക് വന്നത്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് അതെല്ലാം അങ്ങനെ സംഭവിക്കാമെന്നാണ് പറഞ്ഞത്. റാങ്കാമാരും പ്രതിപക്ഷ നേതാവിനും നല്ല റാങ്ക് കൊടുത്തതും ഇതേ സർവേയാണ് MLA എന്ന നിലയിൽ. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് വരുമ്പോൾ ഇതേ പിണറായി വിജയൻ 1ാം റാങ്ക് കൊടുത്തിട്ടില്ല. MLA എന്ന നിലയിൽ പിണറായി വിജയൻ 1ാം റാങ്കല്ല 9ാം റാങ്കാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് 55% പിന്തുണയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് ഈ സർവേ പ്രകാരം വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. ഇത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ ആകാംക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കണ്ട ചോദ്യം. ഇതൊരു സൂചനയെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഭരണവിരുദ്ധത ആ അർത്ഥത്തിൽ സർവേ പ്രകാരം നമുക്ക്. അത് മാത്രവുമല്ല, LDF-ൽ തന്നെ പിണറായി വിജയൻ ഇത്തവണ മാറി നിൽക്കണമെന്നുള്ള ചർച്ചകളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും LDF ക്യാപ്റ്റനായി പിണറായി വിജയനെ മുന്നിൽ നിർത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ സർവേ വീണ്ടും വലിയ പിന്തുണ പിണറായി ജനകീയതയുണ്ടെന്ന് ഇനി ഈവൻ CPM-ന്റെ കേന്ദ്രങ്ങളിലാണെങ്കിൽ പോലും ഈ ജനകീയത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി അല്ലാതെ മറ്റൊരു പേരുണ്ടോ? പേരില്ല. AK ശൈലജയുടെ പേര് പറഞ്ഞെങ്കിൽ പോലും പിണറായി വിജയനോടൊപ്പം നിൽക്കാവുന്ന മറ്റൊരു പേര് പേര് ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ സർവേ പ്രകാരം അതാണ് ഇനി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രിയുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് കോൺഗ്രസ് ബെൽറ്റിലും അത്തരത്തിലുള്ള ചില വിഭാഗീയതകൾ തീർച്ചയായിട്ടും ആ റിഫ്ലക്ഷൻ അതിനകത്തുണ്ട്. അത് നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരാളെ ഇടതുപക്ഷം കാണുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണുന്നവർ കോൺഗ്രസ് പക്ഷത്തുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ 55% ആളുകൾ വളരെ മികച്ചത് എന്ന കാറ്റഗറിയിൽ പോസിറ്റീവായി തന്നെ കണക്കാക്കുന്നു. സർവേയിൽ ഭരണവിരുദ്ധ വികാരം അഥവാ പിണറായി വിരുദ്ധ വികാരം ഈ സർവേയിൽ തെളിയുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026 ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ടു റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. 16 ലക്ഷം വോട്ടർമാർ നേരിട്ട് പങ്കെടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ സർവേ ഫലപ്രഖ്യാപനമാണ് പ്രേക്ഷകർ കാണുന്നത്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ തുടരുന്നു MLA-മാരുടെ പെർഫോമൻസിലേക്ക്. MLA-മാരുടെ പെർഫോമൻസ്. അടുത്ത മണ്ഡലം തൃക്കരിപ്പൂരിന്റെ M. രാജഗോപാലൻ. എത്ര മാർക്ക്? ഇത്തവണ 75.4 മികച്ച പെർഫോമൻസ് ആണ്. നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 26,137 സജീവ സാന്നിധ്യമായിരുന്നു. സാത്വികനായ ഒരു MLA ആണ്. അതെ, നവകേരള സദസ്സൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച സംഘടന കാരണവരായിട്ട് തൃക്കരിപ്പൂർ ഉണ്ടാവും. അപ്പൊ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയാണ്. പക്ഷെ മത്സരിക്കുന്നില്ല. തൃക്കരിപ്പൂർ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പകരം VP മത്സരിക്കുന്ന ഒരു തൊപ്പിയുണ്ടോ? എപ്പോഴും അങ്ങനെയല്ലേ? അറിയുമോ? ചെഗുവേര രാജഗോപാൽ എന്ന് വിളിക്കാം. അപ്പോ M. രാജഗോപാൽ മോശമല്ലാത്ത റാങ്കാണ്. LDF-ന് തദ്ദേശത്തിലും LDF-ന്റെ കോട്ടയാണ് 6-3 എന്ന നിലയിലാണ് ഭൂരിപക്ഷം. തദ്ദേശത്തിലും 11,000 വോട്ടിന്റെ ലീഡാണ്. ഇനി നമ്മൾ അവിടെ അധികം സമയം ചെലവഴിക്കണം. അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. താനൂരിലുള്ള V. അബ്ദുറഹ്മാൻ, മന്ത്രി അബ്ദുറഹ്മാന്റെ MLA എന്ന പ്രകടനം എത്രയാണ്? ഭൂരിപക്ഷം 985 മാത്രമായിരുന്നു. ഇടത് സ്വതന്ത്രനെ നിർത്തി 69ാം റാങ്ക്. മറ്റൊരു പരീക്ഷണം പാളിപ്പോയെങ്കിലും 69ാം റാങ്ക്. 69 റാങ്കാണ്. മികച്ച റാങ്കാണ്, മോശമല്ലാത്ത റാങ്കുണ്ട്. അതായത് എബോവ് ആവറേജ് റാങ്കാണ് V. അബ്ദുറഹ്മാൻ താനൂർ മണ്ഡലത്തിലുള്ളത്. താനൂരിലെ തദ്ദേശം കൂടി നോക്കാം. തദ്ദേശം നോക്കിയാൽ അത് UDF-നോടൊപ്പം നിൽക്കുന്നതാണ്. UDF 4, LDF 1, മറ്റുള്ളവർ 1 എന്നുള്ളതാണ്. ഭൂരിപക്ഷം നോക്കിയാലും UDF-നോടൊപ്പം തന്നെയാണ്. 16,763. ആ മണ്ഡലം അബ്ദുറഹ്മാന്റെ UDF-ന്റെ ആണ്. പക്ഷേ അബ്ദുറഹ്മാന്റെ ഒരു ഇതിൽ മാത്രമാണ് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് 69 റാങ്ക് എന്ന് പറയുന്ന മോശം റാങ്കല്ല ആ അർത്ഥത്തിൽ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ മറ്റുള്ള ഇപ്പം KP മജീദിനെയൊക്കെ നോക്കുന്ന സമയത്ത് എത്രയോ മുന്നിലാണ്, പാതിക്കും മുന്നിലാണ്. പഠിച്ചപടിയായിട്ട് നോക്കിയിട്ട് പിടിക്കാൻ പറ്റാത്ത മണ്ഡലമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എത്ര മാർക്ക്? R. ബിന്ദു 74.3. മികച്ച റാങ്കാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്. ഒരു 49ാം റാങ്ക്. 49ാം റാങ്ക് R. ബിന്ദു. ഇരിങ്ങാലക്കുട കേരളവർമ്മ കോളേജിന്റെ അധ്യാപികയായ R. ബിന്ദുവിന് 49ാം റാങ്ക്. 5,949 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. മികച്ച റാങ്കാണ് 49 അല്ലേ? അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിക്ക് നല്ല റാങ്ക് ഉണ്ട്. പക്ഷേ ശിവൻകുട്ടിയുടെ അത്ര റാങ്ക് പിടിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്കില്ല അല്ലേ? വിദ്യാഭ്യാസ മന്ത്രിക്ക് പിടിക്കാൻ പറ്റിയില്ല. LDF-ന്റെ ലീഡ് നോക്കൂ. LDF-ന്റെ ലീഡ് അവിടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ LDF-ന്റെ ലീഡ്
6082 ഭദ്രമാണ്. അതെ, ഇത്തവണയും ആർ ബിന്ദു തന്നെ മത്സരിക്കുന്ന ഏതാണ്ട് ഉറപ്പാണ്. നമ്മൾ വളരെ കൗതുകമുള്ള ഒരു മണ്ഡലത്തിലേക്കാണ് കേട്ടോ അതുപോലെ പോകുന്നത്. ടീച്ചർ മന്ത്രി എന്ന നിലയിൽ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാര്യം എന്റെ മന്ത്രി കൂടിയായിരുന്നല്ലോ. കാര്യം ആ സമയത്ത് കോളേജുകളുടെ റാങ്കിങ്ങിൽ മികച്ച നിലയിൽ വരാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലുകൾ സ്വാഗതാർഹമായിരുന്നു അധ്യാപിക എന്ന നിലയിൽ. ശരി. അടുത്തത് വളരെ കൗതുകമുള്ള മണ്ഡലമാണ് ദേവികുളം. എ രാജ രാജയുടെ പ്രവർത്തനത്തെ ദേവികുളം എങ്ങനെ വിലയിരുത്തുന്നു? 73.1. ഒന്നാലോചന ഒന്നും മര്യാദക്ക് ഇരിക്കാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല. അതെ, അതെ. കോടതികാരൻ നടക്കുകയായിരുന്നു. 56ാം റാങ്ക്. 56ാം റാങ്കാണ്. ഇത് തിളക്കമുള്ള റാങ്കാണ് കേട്ടോ. തിളക്കം രാജ്യത്തിന് എങ്ങോട്ടാ പോയെന്നറിയാമല്ലോ. BJP ക്യാമ്പിലേക്ക് പോയി ഇതേ മണ്ഡലത്തിൽ നിന്നാണ്, ദേവികുളത്ത് നിന്നും. അവിടെയാണ് എ രാജയുടെ തിളങ്ങുന്ന പെർഫോമൻസ്. അല്ല, ഈ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞതിനിടയിലാണ് മണ്ഡലത്തിൽ ഇത്രയും ജനസ്വാധീനം. അപ്പോ ദേവികുളത്തിന്റെ നൻപൻ എ രാജ 56ാം റാങ്ക്. 6 ഇടുക്കിയിലെ വലിയ രീതിയിലുള്ള വലിയ UDF-ന്റെ ലീഡ് 3032. UDF-നെ 3000-ൽ പിടിച്ചു നിർത്തി. അതെ, ശക്തമായ മത്സരം ഇത്തവണ ശക്തമായ മത്സരമുള്ള നടക്കും. രാജ തന്നെ മത്സരിക്കും എന്നുള്ള ഏതാണ്ട് എ ഉറപ്പാണ്. രാജ മത്സരിക്കും. ഒരുപക്ഷെ ദേവികുളത്ത് രാജേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ശരി, അടുത്തത് കോതമംഗലത്തേക്ക് പോകാം. ആന്റണി ജോൺ. CPM-ന്റെ ആന്റണി ജോൺ, കോതമംഗലം MLA. 74.9. സാധാ ഇതെല്ലാം ഞെട്ടിച്ചു കേട്ടു. കാരണം ആന്റണി ജോണിനെ നിങ്ങൾ മറ്റെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാറില്ല. കേട്ടില്ല. എപ്പോഴാണ്? ആന ഇറങ്ങുന്ന സമയത്ത്, വന്യജീവി ആക്രമണം നടക്കുന്ന സമയത്ത്, കാട്ടിൽ മനുഷ്യർ അകപ്പെടുന്ന സമയത്തൊക്കെ ആന്റണി ജോണിന്റെ പേര് 45ാം റാങ്ക്. സജീവമല്ലെങ്കിൽ പോലും മണ്ഡലത്തിൽ സജീവമാണ് ആന്റണി ജോൺ. അതിന്റെ ഗുണം കാണാനുമുണ്ട് മാർക്കിലും റാങ്ക്. 45ാം റാങ്കാണ് ആന്റണി ജോൺ. ഇത് ഞെട്ടിച്ച റാങ്കാണ്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ആന്റണി ജോണിന്. കാര്യം മാധ്യമങ്ങളിൽ സജീവമല്ല. രാഷ്ട്രീയത്തിൽ പോലും മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. മാധ്യമത്തിലില്ല, മണ്ഡലത്തിലുണ്ട്. അവിടെ UDF ആണ്. UDF-ന് 9 ആണ് തദ്ദേശത്തിൽ. LDF ഇല്ല. എറണാകുളം മൊത്തം കൊണ്ടുപോയല്ലോ. അതെ, തദ്ദേശം മൊത്തം കൊണ്ടുപോയി. UDF ലീഡ് 10999. 10,000-ലധികം വോട്ടിന് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. തദ്ദേശത്തിൽ കോതമംഗലത്ത് ഞെട്ടിച്ചു. അടുത്ത നമുക്ക് കോട്ടക്കിലേക്ക് പോകാം. ആബിദ് ഹുസൈൻ തങ്ങൾ. എത്ര മാർക്ക്? ഏത് റാങ്ക്? ലീഗ്. മുസ്ലിം ലീഗാണ്. ഇവിടെയും വളരെ കോട്ടക്കലൊക്കെ ലീഗിന്റെ ഇടമാണ്. കോട്ടക്കൽ 67.1 ആവറേജ് പെർഫോമൻസ് എന്ന് പറയാം. കാര്യം അവിടെയും MLA-യുടെ പെർഫോമൻസിനേക്കാൾ തൊട്ടടുത്തുള്ള KPM മജീദിനേക്കാളൊക്കെ എത്രയോ മുന്നിൽ തന്നെയാണ്. 80ാമത്തെ റാങ്ക്. 80ാമത്തെ റാങ്കാണ് കൊടുക്കുന്നത്. ആബിദ് ഹുസൈൻ തങ്ങളെ എന്തോ കോട്ടക്കൽക്കാർക്ക് ഇഷ്ടമാണ്. അല്ല, തദ്ദേശം നോക്കട്ടെ. അവിടെ UDF അല്ല, നോക്കേണ്ട കാര്യമില്ല. അടുത്ത നമുക്കൊരു നാട്ടികയിലേക്കാണ് കേട്ടോ. CC മുകുന്ദൻ. ഇത് പുറത്താക്കപ്പെട്ട CPI-ക്ക് വേണ്ടത് ഇന്നത്തെ ദിവസം തന്നെ CC മുകുന്ദൻ നഷ്ടമാണോ നോക്കാലോ. 64.8 ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. CC മുകുന്ദൻ ഈ ഭൂരിപക്ഷം 28,000-ന്റെ ഭൂരിപക്ഷം. അതെ, CPI മണ്ഡലമാണല്ലോ. 28,000 ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലാണെന്നുള്ള പ്രശ്നമുണ്ട്. അതെ, 86ാം റാങ്കാണ്. മോശമല്ലാത്ത റാങ്ക് എന്ന് പറയാം. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി വന്നേക്കാന്നുള്ളൊരു സാധ്യത. പക്ഷേ 28,000 വോട്ട് മറിക്കണം. ആ മണ്ഡലത്തിന്റെ ഇടതു സ്വഭാവമാണ് പ്രധാനപ്പെട്ട കാര്യം. CC മുകുന്ദന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നത്. പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. 3 തെരഞ്ഞെടുപ്പുകൾ അല്ല, 2 തവണ ഗീത മത്സരിക്കുന്ന സമയത്ത് ഒരു തവണ ഇതേ പിന്തുണയുണ്ടായിരുന്നു ജനങ്ങളുടെ. തദ്ദേശത്തിലെ ചിത്രം നോക്കൂ. LDF ആണ് ലീഡ് 5415. ആ മണ്ഡലത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം മത്സരിച്ചവരിൽ എല്ലാവരുടെയും ആദ്യം 16,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണെന്നുള്ളൂ ഗീതയ്ക്ക്. രണ്ടാമത് വീണ്ടും 400,000 ഭൂരിപക്ഷം. പിന്നീട് മത്സരിച്ചത് CC മുകുന്ദൻ. 2 തവണ ജയിച്ചതാണ്. മണ്ഡലത്തെ തീരമേഖല ഒരു കമ്മ്യൂണിസ്റ്റ് ബെൽറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രദേശമാണ് ആ പ്രദേശങ്ങളുടനീളം എല്ലാ മണ്ഡലങ്ങളും. അതെ, അപ്പൊ അന്തിക്കാട് ഉൾപ്പെടുന്ന മണ്ഡലം. CC മുകുന്ദന് 86ാം റാങ്ക് അല്ലേ? അതെ. അടുത്തത് ഒറ്റപ്പാലത്തേക്ക് പോകാം. ഒറ്റപ്പാലത്തിന്റെ പ്രേംകുമാർ ഇത്തവണ ഒരുപാട് പേര് കണ്ടുവച്ച മണ്ഡലമാണ് UDF-ൽ നിന്ന്. 73.6 മികച്ച പെർഫോമൻസ് ആണ്. റാങ്ക് നോക്കാം. റാങ്ക് വരുന്നു 53ാം റാങ്ക്. ഒറ്റപ്പാലത്തെ MLA K പ്രേംകുമാർ 53ാം റാങ്കുമായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു ഒറ്റപ്പാലത്ത്. ഈ പറയുന്ന പോലെയാണ് കേട്ടോ. വലിയ ബഹളങ്ങളൊന്നുമില്ല. ചർച്ചയിൽ വന്നാലും വളരെ സാത്വികനായി വളരെ ടു ദ പോയിന്റ് പറഞ്ഞിട്ട് പോകാൻ താല്പര്യമുള്ള കക്ഷിയാണ്. 53ാം റാങ്ക് LDF ആണ്. പാലക്കാട് പൊതുവെ LDF-ന് എഡ്ജ് ഇത്തവണ കൊടുത്തിരുന്നു തദ്ദേശം. LDF 6 UDF 2. ഇവിടെയാണ് BJP-യും UDF-ഉം കളത്തിലിറക്കി പ്രേംകുമാറിനെ തോപ്പിക്കുന്നത്. പ്രേംകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലവിൽ ഈ റാങ്കുള്ള പ്രേംകുമാറിനെ പരാജയപ്പെടുത്താൻ BJP-യും UDF-ഉം നന്നായി വീർക്കേണ്ടി വരും ഒറ്റപ്പാലത്ത്. അവിടെ PK ശശിയെ കൊണ്ടുവരുമെന്നുള്ള സംശയങ്ങൾ. പക്ഷേ PK ശശി വന്നാലും ഇതാണ് റാങ്കെങ്കിൽ പ്രേംകുമാറിനെ മറികടക്കുക അത്ര എളുപ്പമല്ല. അതെ. അടുത്തത് വൈപ്പിലേക്ക് പോകാം. K ഉണ്ണികൃഷ്ണൻ.
ആ കെ എൻ ഉണ്ണികൃഷ്ണന് ഇത് വളരെ പ്രധാനപ്പെട്ട 68.8. വൈപ്പിനിൽ നിന്ന് കെ ഉണ്ണികൃഷ്ണനെ മാറ്റുകയാണ്. 74 റാങ്ക് നേടിയ കെ ഉണ്ണികൃഷ്ണൻ 74ാം റാങ്ക് നേടിയ കെ ഉണ്ണികൃഷ്ണനെ വൈപ്പിൽ നിന്ന് മാറ്റുമ്പോൾ ചോദ്യം വരും. ചില വിവാദങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലായിരിക്കണം മാറ്റം. ഉണ്ടാവാം. പക്ഷേ ആ വിവാദത്തിനും അപ്പുറത്തേക്ക് സഭയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ഡലത്തിൽ തന്നെയുള്ള പ്രാദേശിക നേതൃത്വത്തിന്റെ വിയോജിപ്പുകൾ അവിടെ UDF ആണ് തദ്ദേശത്തിൽ UDF 6-2 വൈപ്പിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതെ നോക്കിയാൽ UDF ന് 5072. UDF ഇടമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും നമ്മൾ കേൾക്കുന്നത്. ശരി, അടുത്തത് വാമന റാങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ ജയരാജുമായി ഷെയർ ചെയ്തു. 74 ഷെയർ ചെയ്യുന്നു. 74ാം റാങ്ക് ഉണ്ണികൃഷ്ണൻ MLA 68.8 മാർക്ക് 74ാം റാങ്ക്. അടുത്തത് വാമനപുരത്തേക്കാണ്. വാമനപുരം DK മുരളി വാമനപുരത്തിൽ DK മുരളിയുടെ ബസ് റൂട്ട് നോക്കൂ. 81.9. എന്റെ MLA കേട്ടോ, എന്റെ MLA വാമനപുരം DK മുരളി ഉണ്ടല്ലോ, അവിടെ മണ്ഡലത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു ലാസ്റ്റ് ആദ്യം ചോദിക്കുന്നത് മണ്ഡലത്തിൽ എന്താ ലാഭം എന്ന് ചോദിക്കുന്ന രീതിയിലാണ്. എന്ത് ലാഭം? 16ാം റാങ്കാണ്. ഗംഭീര റാങ്ക്. അതായത് മണ്ഡലത്തെ സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹിച്ച DK മുരളി. ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകി ഇത്തവണയും DK മുരളിയുടെ ഒറ്റ പേരേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ CPM-ന് അവിടെ നിർത്താൻ പറ്റുന്ന വേറെ ഈ പറയുന്ന സ്ഥാനാർത്ഥി വേറെ ഇല്ല. 16ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും സർവേയിൽ നോക്കൂ, അത്രയും വലിയ സൈബർ പടയോ ആ രീതിയിലുള്ള അങ്ങനെയൊന്നും പറയണ്ട. നല്ല വോട്ട് ചെയ്യാൻ ഇറങ്ങി സംഘടനാ സംവിധാനം അവിടെ ഉണ്ട്. സംഘടനാ സംവിധാനം ശക്തമാണ്. അവിടെ സൈബർ സംവിധാനവും ശക്തമാണ്. ജനകീയനാണ്. സൈബർ സംവിധാനവും ശക്തമാണ്. അപ്പോ LDF ലീഡ് നോക്കൂ. 905 തദ്ദേശത്തിൽ LDF-ന്റെ തന്നെയാണ് ലീഡ്. 905 ലീഡാണ്. അതായത് 67 മുതൽ ഇങ്ങോട്ട് ഒരൊറ്റ തവണ മാത്രമാണ് LDF അല്ലാതെ അവിടെ ജയിച്ചിട്ടുള്ളത്. സ്വന്തം മണ്ഡലം ആയതുകൊണ്ട് കുറച്ചുകൂടി വാചാലയാവും. സ്വന്തം മണ്ഡലം തന്നെയാണ്. അതിനൊരു ആവേശം കാണാനുണ്ട്. ഇത്തവണയും വാമനപുരത്തിൽ DK മുരളിയാണ് മത്സരിക്കുക. ബസ് റൂട്ട് അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് വണ്ടൂരിലേക്ക് പോകാം. വണ്ടൂരിൽ AP 4ാം സെറ്റിലാരൊക്കെ? നമുക്ക് 4ാമത്തെ സെറ്റ് ഒന്ന് നോക്കി വരാം. പെട്ടെന്ന് വായിച്ചു പോകാം. 16 വന്നവരിൽ DK മുരളിയാണ് ഏറ്റവും മുകളിൽ 16ാം റാങ്കിൽ. DK മുരളി. M രാജഗോപാൽ 41, 45 ആന്റണി ജോൺ, 49 ആർ ബിന്ദു. ഇതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് CC മുകുന്ദൻ നാട്ടികയിൽ. K പ്രേംകുമാർ 53, A രാജ 56, V അബ്ദുറഹ്മാൻ 69, K ഉണ്ണികൃഷ്ണൻ 74. ഓക്കെ. അപ്പോൾ അടുത്ത മണ്ഡലത്തിലേക്ക് മിന്നൽ വേഗത്തിൽ നമുക്കൊന്ന് പോകാം. സമയം വല്ലാതെ അധികരിക്കുന്നു. അടുത്ത മണ്ഡലം ഏതാണ്? അടുത്തത് വണ്ടൂരിലേക്ക് പോകും മുൻപ് പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ഇടവേള വേണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026 ഷോർട്ട് ബ്രേക്ക്. സർവേ 2026 16 ലക്ഷത്തോളം വോട്ടർമാർ നേരിട്ട് പങ്കെടുത്ത ഏറ്റവും വലിയ ജനകീയ സർവേയുടെ ഫലപ്രഖ്യാപനമാണ് പ്രേക്ഷകർ കാണുന്നത്. അടുത്ത മണ്ഡലത്തിലേക്ക് അനിൽകുമാർ വണ്ടൂരിൽ അനിൽകുമാറിന്റെ പെർഫോമൻസ് എങ്ങനെ? MLA എന്ന നിലയിൽ അനിൽകുമാർ 66.9. കാൽ നൂറ്റാണ്ടായി അവിടുത്തെ പ്രാതിനിധ്യമാണ്. 15,000 വോട്ടിന്റെ 81ാമത്തെ റാങ്ക്. 81ാമത്തെ റാങ്കാണ് അനിൽകുമാറിന്. മികച്ച റാങ്കാണ് എന്ന് പറയാം, മോശമൊന്നും അല്ലാത്ത റാങ്കാണ് 81ാമത്തെ റാങ്ക്. അവിടെ LDF ആണ് തദ്ദേശത്തിൽ, UDF ഇല്ല. തദ്ദേശത്തിൽ പക്ഷേ 2837 ആണ്. തിരിഞ്ഞു പോയതാ. തദ്ദേശത്തിൽ UDF-ന്റെ ലീഡാണ്. തദ്ദേശത്തിൽ UDF തിരിഞ്ഞു പോയതാണ്. തദ്ദേശത്തിൽ നേട്ടം. അടുത്ത കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ. CPയുടെ VR സുനിൽകുമാർ ഇതേപോലെ മാധ്യമങ്ങളിലധികം കാണാത്ത മുഖമാണ്, കാണാത്ത 72.8. വളരെ നീറ്റ് റാങ്കാണ്. മികച്ച റാങ്കാണ് കൊടുങ്ങല്ലൂരിൽ. 57ാം റാങ്ക്. അതെ, നീറ്റ് ആയിട്ടുള്ള റാങ്കാണ് VR സുനിൽകുമാർ. കുറെ നല്ല പ്രകടനം. ഈ റാങ്കിൽ വരുന്നവരൊക്കെ തന്നെ വളരെ കുറച്ച് സംസാരിക്കുന്നു. റാങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഉമാ തോമസും അതെ, ഒപ്പം തന്നെ VR സുനിൽകുമാറും. അതെ, കൊടുങ്ങല്ലൂർ വളരെ സൗമ്യ മുഖമാണ്. അധികം ഒന്നും വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുമില്ല. തൃക്കാക്കര, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഒരുപോലെ വോട്ട് ചെയ്തിരിക്കുന്നു, ഒരേ റാങ്ക് കൊടുത്തിരിക്കുന്നു. ഈ 3 പേരും തിരിച്ച് ഇക്കുറി നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഒരു കൗതുകകരമായ ചോദ്യം. അടുത്ത നമുക്ക് നെന്മാറയിലേക്ക് പോകാം. കെ ബാബു. നെന്മാറയിൽ കെ ബാബു അല്ലാതെ മറ്റൊരാൾ വേണ്ട എന്നുള്ളതാണ് അവിടുത്തെ നേതാക്കന്മാർ പറയുന്നത്. പോകുന്നു മുകളിലേക്ക് 74.7. ഗുഡ് 74.7. കഴിഞ്ഞ തവണ നല്ല മാർജിനിൽ ആദ്യത്തെ 50 റാങ്കുകാരിൽ നെന്മാറ MLA. ആദ്യത്തെ 50 റാങ്കിൽ കെ ബാബു ഉണ്ട്. നെന്മാറയുടെ കെ ബാബു ഉണ്ട്. അതല്ല, നെന്മാറയിൽ കെ ബാബുവിനെ വേണം എന്ന് പറയാനുള്ള ജനകീയ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. അവിടെ പ്രേമനെയാണ് നിർത്താൻ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. പക്ഷേ ജനങ്ങൾ പറഞ്ഞു കെ ബാബു ആണെങ്കിൽ നെന്മാറ ഷൂറാണ്. സമയത്തൊക്കെ അവിടെ വലിയ തോതിൽ വലിയ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അതെ, മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും നെന്മാറ UDF-ന് അനുകൂലമായിട്ട് മാറിയിരുന്നു ഇക്കുറി. അടുത്ത കാസർഗോഡാണ്.
കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന്. അങ്ങ് വടക്കേയറ്റത്തുള്ള സംസ്ഥാനത്ത് എങ്ങനെയായിരുന്നു? എന്നെ നെല്ലിക്കുന്ന റാങ്ക് പോകുന്നു മുകളിലേക്ക് 47.2. 47.2 47.2 കുറച്ചുകൂടി ഭേദപ്പെടുത്താൻ നൂറാമത്തെ റാങ്കാണ്. അങ്ങ് വടക്കേയറ്റത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ വോട്ടിംഗിൽ അത്ര പ്രതിഫലിച്ചിട്ടില്ല എന്ന് മാത്രം. മത്സരിക്കുന്നില്ലല്ലോ പ്രാവശ്യം. അദ്ദേഹത്തോടെ മത്സരിക്കുന്നില്ല. മത്സരിക്കുന്നില്ല. കെ എം ഷാജി വരുമെന്നുള്ള വളരെ 47 പക്ഷേ ഷാജിയെ ആ മണ്ഡലത്തിലുള്ള കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക് അവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് വെല്ലുവിളിയും വെല്ലുവിളിയും. അടുത്ത നമുക്ക് മാനന്തവാടിയിലേക്ക് പോകാം. 100ാം റാങ്കാണ് നേടിയിരിക്കുന്നത്. മാനന്തവാടി OR കേളു. കേളു. മന്ത്രി. കേറി. 78. ഗംഭീര പെർഫോമൻസ് ആണ്. നല്ല പെർഫോമൻസ് മാനന്തവാടി. ഒരു പക്ഷേ വയനാട്ടിലെ ജനകീയനാണ് കേട്ടോ. 31ാം റാങ്ക്. 31ാമത്തെ റാങ്കാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന മന്ത്രി എന്നുള്ളതാണ്. ഓർക്കേളു വളരെ മാന്യമായി പെരുമാറുക. അവിടെ നടന്ന പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടലും അത്രമേൽ പാകതയുള്ളതായിരുന്നു. 31ാം റാങ്ക്. ഗംഭീര പെർഫോമൻസ് ആണ് ഓർക്കേളു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലേക്കാണ് കളമശ്ശേരി. പി രാജീവിന്റെ മണ്ഡലം. പി രാജീവിന്റെ റാങ്ക് കോംപ്ലക്സിൽ ഇരിക്കുന്ന മണ്ഡലം. കളമശ്ശേരി അല്ല, മങ്കടയാണ്. മങ്കട. മഞ്ചളാംകുഴിയിലിയുടെ മങ്കട വരുന്നു. മഞ്ചളാംകുഴിയിലിയുടെ മങ്കടയിൽ പെർഫോമൻസ് 47. നോക്കൂ, 47.9. 47.9. ഇത് ഈ പാർട്ടി കോൺസ്റ്റിറ്റ്യുവൻസി ആവുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ ലീഗിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി പ്രത്യേകിച്ചും അതായത് MLA അധികം പെർഫോം ചെയ്തില്ലെങ്കിലും ജയിക്കുമെന്നൊരു ഉറപ്പുള്ള അവിടെ വോട്ടിംഗ് വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ അവിടെയുള്ള ജനങ്ങൾ ഒരു ഷോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയമാണ് ഈ നേതാക്കൾ. വേറെ മത്സരിക്കാനില്ല എന്നൊരു മനോഭാവമായിരിക്കും. അത് ശക്തമായ മത്സരമുള്ള മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. നല്ല രീതിയിൽ MLA-മാർ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് നമുക്ക് കോന്നിയിലേക്ക് പോകാം. അത്ര ഭേദപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ല. കോന്നിയിലേക്ക് പോകാം. KU ജനീഷ് കുമാർ. 86.8. വളരെ മികച്ച മാർക്ക്. വളരെ മികച്ച മാർക്കാണ്. റാങ്ക് എത്രയാണ്? റാങ്ക് 3. ഇതുവരെയുള്ളതിൽ ഏറ്റവും മുകളിലെ റാങ്ക് 3ാം റാങ്ക്. ഒരു മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത് അടുത്ത തവണ കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ചു വന്ന ആളാണ് KU ജനീഷ് കുമാറിന്റെ കരുത്ത് കാട്ടി കയറുന്ന കാഴ്ച എന്താണ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? സ്മൃതി ഓർമ്മിക്കുന്നുണ്ടോ? ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വനംവകുപ്പ് അവിടെ പോയിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്ന 2 ഡയലോഗുകളുണ്ട്. ഞങ്ങൾ നക്സലൈറ്റുകളായി മാറേണ്ടി വരുന്നൊരു MLA പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. ജനപിന്തുണയായിരുന്നു ആ മണ്ഡലത്തിൽ. അത്രയും പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലേക്ക് KU ജനീഷ് കുമാർ പോകുന്ന നമുക്ക് അത്ഭുതമായിരുന്നു. അതൊരു അതിഥി സംസ്ഥാന തൊഴിലാളിയെ കസ്റ്റഡിയിൽ എടുത്തതിന്റെ പേരിലായിരുന്നു അദ്ദേഹം ആ ചോദ്യം ചെയ്തത്. അതായത് സ്വന്തം മണ്ഡലത്തിലെ വോട്ടർ പോലും അല്ലാതെ ഇരുന്ന ഒരാൾക്ക് വേണ്ടി KU ജനീഷ് കുമാർ ഓഫീസിൽ പോയിട്ട് നടത്തിയ അപ്പോൾ ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക്, ഏറ്റവും മുകളിലെ റാങ്ക് KU ജനീഷ് കുമാർ നേടിയിരിക്കുന്നതാണ്. KU ജനീഷ് കുമാർ. ഇനി നമ്മൾ ഈ ദിവസത്തെ അവസാനത്തെ മണ്ഡലത്തിലേക്ക് പോകുന്നു. കളമശ്ശേരി. പി രാജീവിന് MLA എന്ന നിലയ്ക്ക് എത്രയാണ്? 79.9. മികച്ച പെർഫോമൻസ്. 80 എന്ന് കൂട്ടാം. റാങ്ക് 23ാം റാങ്ക്. ഗംഭീര റാങ്ക്. അദ്ദേഹം വന്നു. 23rd റാങ്കിൽ. അല്ല, മികച്ച മന്ത്രിമാരിൽ 3ാം സ്ഥാനത്ത്. അതെ. പിന്നെ ഇതിലും ആദ്യത്തെ 25 MLA-മാരിൽ ഒരാൾ പി രാജീവാണ്. 23ാം റാങ്കാണ്. 23ാം റാങ്ക്. 23rd റാങ്ക്. 23ാം. അപ്പോൾ MLA എന്ന നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും നല്ല പ്രകടനം. മന്ത്രി എന്നും MLA നിലയ്ക്കും നല്ല പ്രകടനം. MLA അത് ഷെയർ ചെയ്തു. ഷംസീറും പി രാജീവും 23ാം റാങ്ക്. 23ാം റാങ്ക്. 79. ഗംഭീര ഫോട്ടോ അല്ലേ? ഗംഭീര ഫോട്ടോ രണ്ടുപേരും അല്ലേ? ഒരേ മുന്നണിയിൽ നിന്ന്, ഒരേ പാർട്ടിയിൽ നിന്ന്. അതെ. ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള രണ്ടാം നിര നേതാക്കൾ. ഷംസീറും ഒപ്പം പി രാജീവും ഒരേ പോയിന്റ് MLA. അപ്പോ ഇന്ന് അപ്പൊ 1ഉം 2ഉം ആര് എന്നുള്ളൊരു ചോദ്യം കൂടി ആംഗ്യം കാണിക്കോ ഷഫീഖിനോട്. 1ഉം 2ഉം ആരാണ്? നാളെ അല്ല, ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? നാളെയാണ് കേരളം ആര് ഭരിക്കും എന്നുള്ളത്. കേരളത്തില് ഏത് മുന്നണി അധികാരത്തിൽ വരണമെന്നുള്ളത്. ഏറ്റവും മിടുക്കന്മാരായ MLA-മാർ ആരൊക്കെയാണെന്നുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രിയായിട്ട് നിങ്ങളുടെ പിന്തുണ ആർക്കാണ്? ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരവ് നാളെ വരും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ജനീഷ് കുമാർ നിൽക്കുന്നു. 4ാം സ്ഥാനത്ത് KV സുമേഷ് നിൽക്കുന്നു. 5ാം സ്ഥാനത്ത് ആര് വരും? 9ാം സ്ഥാനത്ത് പിണറായി വിജയൻ നിൽക്കുന്നു. വളരെ എന്താ പറയാ, രാഷ്ട്രീയ കേരളം കാത്തു നിൽക്കുന്ന ചോദ്യം. എക്സൈറ്റിംഗ്. കേരളത്തിലെ 20% ആൾക്കാർ വോട്ട് ചെയ്തത് കേരളം ഇനി ആര് ഭരിക്കും എന്നുള്ള ചോദ്യം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെങ്ങാണ്ട് 1ാം സ്ഥാനത്ത് വരൂ. കേരളമായതുകൊണ്ട് പറയാൻ പറ്റില്ല. 16 ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിക്കണം. ഫേസ്ബുക്ക് പോസ്റ്റിന് 100K ലൈക്ക് വാങ്ങുന്ന രാഹുൽ മങ്കൂട്ടത്തിലാണ് നമുക്ക് മുന്നിലുള്ളത്. അതെ. അപ്പോൾ ഇന്ന് നൽകിയ 48 പേരിൽ ആരാണ് മുന്നിൽ, ആരാണ് പിന്നിൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വരാം. KU
കെ ജനീഷ് കുമാർ മുന്നിലാണ്. ജനീഷ് കുമാർ മൂന്നാം റാങ്ക്, ഏറ്റവും മുന്നിൽ കെ ജനീഷ് കുമാർ. നാലാം റാങ്ക് സുമേഷ്. അതെ, തൊട്ടുമില്ല വി ശിവൻകുട്ടിയേട്ടനൊപ്പം. പിന്നെ ചാണ്ടി ഉമ്മൻ, പിന്നെ വി ഡി സതീശൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, ജി ആർ അനിൽ, ഡി കെ മുരളി, വി എൻ വാസവൻ, മുഹമ്മദ് മുഹസീൻ. ഓക്കെ, ഇന്നത്തെയാണ് കേട്ടോ. ഇന്നത്തെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പിന്നെ നിൽക്കുന്നത് പി രാജീവ്, സുജിത് വിജയൻ പിള്ള, പി പി ചിത്തരഞ്ജൻ, ഒ ആർ കേളു, സണ്ണി ജോസഫ്, അടുത്ത സെറ്റിൽ എ സി മൊയ്തീൻ, കാനത്തിൽ ജമീല, എം രാജഗോപാലൻ, വി ജോയ്, ആന്റണി ജോൺ. അടുത്ത സെറ്റ്, അടുത്ത പത്തിൽ അടുത്തത് കെ ബാബു, ആർ ബിന്ദു, പി വി ശ്രീനിജൻ, കെ പ്രേംകുമാർ, പ്രമോദ് നാരായൺ, എ രാജ, പി ആർ സുനിൽകുമാർ, സി എച്ച് കുഞ്ഞമ്പു, പി പ്രസാദ്, ജോബ് മൈക്കിൾ. നെക്സ്റ്റ് സെറ്റ് വി അബ്ദുറഹ്മാൻ, കെ എൻ ഉണ്ണികൃഷ്ണൻ, വാഴൂർ സോമൻ, സജീവ് ജോസഫ്, ആബിദ് ഹുസൈൻ തങ്ങൾ, എ പി അനിൽകുമാർ, അനൂപ് ജേക്കബ്, കെ കൃഷ്ണൻകുട്ടി, സി സി മുകുന്ദൻ, മുരളി പെരുന്നെല്ലി. ലാസ്റ്റ് സെറ്റ് സർ ജെ ചിഞ്ചുറാണി, മാത്യു ടി തോമസ്, കോവൂർ കുഞ്ഞുമോൻ, തോമസ് കെ തോമസ്, മഞ്ഞളാംകുടി അലി, എൻ എ നെല്ലിക്കുന്ന്, പി കെ ബഷീർ, കെ പി എ മജീദ്. കെ പി എ മജീദാണ് ഇതിൽ വായിക്കുന്നത്. ഇത് റാങ്കിൽ. രസമുള്ള നോക്കൂ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന നേതാക്കൾ ഒരു പാർട്ടിയിൽ നിന്നാണ്. IUML. അതേസമയം ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള IUML ഉണ്ട്, അതെ, നജീബ് കാന്തപുരമുണ്ട്, പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. പക്ഷേ ഈ നേതാക്കൾ കാസർഗോഡ്, ഏറനാട്, തിരൂരങ്ങാടി, ഈ 3 മണ്ഡലങ്ങൾ, മങ്കട, ഈ മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കേരളം ആര് ഭരിക്കണം, മുഖ്യമന്ത്രി ആരാകണം, ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച MLA ആര് തുടങ്ങിയ $1 മില്യൺ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായി നാളെ വീണ്ടും പ്രേക്ഷകർക്കൊപ്പം ചേരും റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേ 2026. ഗുഡ് നൈറ്റ്.